പ്രിയപ്പെട്ട കൂട്ടുകാരെ, കെഫി മാസ്റ്ററിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് നാം ഡിസ്കസ് ചെയ്യുന്നത് SLC കെമിസ്ട്രിയിലെ സെക്കൻഡ് ചാപ്റ്ററായ ഗ്യാസ് ലോസ് ആൻഡ് മോൾ കൺസെപ്റ്റിലെ പ്രധാന ടോപ്പിക്കായ മോൾ കൺസെപ്റ്റിനെ കുറിച്ചാണ്. പല കൂട്ടുകാർക്കും മോൾ കൺസെപ്റ്റ് എന്ന് പറയുമ്പോൾ ഒരു ആശങ്കയാണ്. അതിലെ മാത്തമാറ്റിക്കൽ പ്രോബ്ലംസ് അത് വളരെയധികം കൺഫ്യൂഷനാക്കുന്ന ഒന്നാണ് എന്നാണ് പല കൂട്ടുകാരും പറയാറ്, അല്ലേ? അപ്പോൾ മോൾ കൺസെപ്റ്റ് ഇച്ചിരി പ്രയാസമാണെങ്കിലും എന്തു പ്രയാസം? നീ ഏതാടോ? ഞാൻ കെഫി മാസ്റ്ററോ? അപ്പം നീ വെറും വേസ്റ്റ്. ഞാൻ പഠിപ്പിച്ചു തരാം മോൾ കൺസെപ്റ്റ് ഈസി ആയിട്ട്. ഇത്ര വലിയ പ്രയാസമൊന്നുമല്ല മോൾ കൺസെപ്റ്റ് എന്ന് പറഞ്ഞാൽ. എങ്ങനെ? ഓടാ ബഡായി പറയാതെ. ബഡായി അല്ല, എൻ്റെ കയ്യിൽ മാജിക് മാപ്പ് ഉണ്ട്. മാജിക് മാപ്പ് പഠിച്ചാൽ കൂട്ടുകാരെ നിങ്ങൾക്ക് മോൾ കൺസെപ്റ്റ് വളരെ ഈസി ആയിരിക്കും. മോൾ കൺസെപ്റ്റിൽ ഏതോ മാത്തമാറ്റിക്കൽ വളരെ ഈസി ആയിക്കൊണ്ട് നിങ്ങൾക്ക് എന്താണ് ചെയ്യാൻ പറ്റും. നീ വിശദീകരിക്ക്, ഒന്ന് കേൾക്കട്ടെ എന്താ സംഭവം. അതെ, മാജിക് മാപ്പ് തന്നെ. ആ മാജിക് മാപ്പ് നിങ്ങൾ പഠിച്ചു കഴിഞ്ഞാൽ നമ്പർ ഓഫ് മോളിക്യൂൾസ് കാണാൻ പറഞ്ഞാലും, അല്ല നമ്പർ ഓഫ് ആറ്റംസ് കാണാൻ പറഞ്ഞാലും, ഇനി മാസ് ഇൻ ഗ്രാംസ് കാണാൻ പറഞ്ഞാലും ഏതും നിങ്ങൾക്ക് പഠിക്കാൻ പറ്റും. നീ വിശദീകരിക്ക്, ഒന്ന് കേൾക്കട്ടെ എന്താ സംഭവം. യെസ്, വിശദീകരിച്ച് തരാം. അതായത് വളരെ ഈസി ആയിക്കൊണ്ട് നമുക്ക് മോൾ കൺസെപ്റ്റ് പഠിക്കാൻ പറ്റുന്ന ഒരു ടോപ്പിക്കാണ്. മാജിക് മാപ്പ് പഠിച്ചു കഴിഞ്ഞാൽ, അത് വൃത്തിയായി നിങ്ങൾ പഠിച്ചാൽ നിങ്ങൾക്ക് മോൾ കൺസെപ്റ്റിൽ ഏത് ടോപ്പിക്കും വളരെ ഈസി ആയിട്ട് പഠിക്കാൻ പറ്റും. 4 ബോളുകളുള്ള ഈ മാജിക് മാപ്പ് പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് വളരെ ഈസി ആയിക്കൊണ്ട് ഏത് രൂപത്തിലുള്ള, അതായത് നമുക്ക് ഗ്രാം തന്നുകൊണ്ട് അതിനെ നമ്പർ ഓഫ് മോളിക്യൂൾസിലേക്ക് കാണാൻ പറഞ്ഞാലും, നമ്പർ ഓഫ് മോളിക്യൂൾസ് എന്നിട്ട് അതിന് ഗ്രാം എത്രയാണെന്ന് കാണാൻ പറഞ്ഞാലും, ഇനി STPയിലെ വോളിയം വ്യാപ്തം കാണാൻ പറഞ്ഞാലും ഒക്കെ ഈ ബോൾ പഠിച്ചാൽ, ഈ മാജിക് മാപ്പ് പഠിച്ചാൽ നിങ്ങൾക്ക് വളരെ ഈസി ആയിക്കൊണ്ട് ഏത് പ്രോബ്ലത്തെയും നിങ്ങൾക്ക് നേരിടാൻ പറ്റും. വളരെ ഈസി ആയിക്കൊണ്ട് അതിനൊക്കെ ട്രിക്കുമായിട്ടാണ് ഞാൻ നിങ്ങളെ മുമ്പിൽ വന്നിട്ടുള്ളത് കൂട്ടുകാരെ. തൽക്കാലം ഇവൻ പോകട്ടെ, ഇവൻ വേസ്റ്റാണ്. നമുക്ക് ഇവനെ പറഞ്ഞേക്കാം. ഞാൻ എടുത്താൽ പോലെ നിങ്ങൾ ക്ലാസ്. അതുകൊണ്ട് ലെറ്റ്സ് വാച്ച് മൈ വീഡിയോ. കൂട്ടുകാരെ, മാജിക് മാപ്പ് നമ്മൾ ഈ വീഡിയോയുടെ അവസാനം നമ്മൾ ഡിസ്കസ് ചെയ്യും. അതിന് മുന്നോടിയായി നമുക്ക് ചില ബേസിക് കൺസെപ്റ്റുകൾ മനസ്സിലാക്കണം, എന്നാലേ മാജിക് മാപ്പ് നമുക്ക് മനസ്സിലാവുകയുള്ളൂ. അപ്പോൾ വീഡിയോ അവസാനം വരെ നിങ്ങൾ വീക്ഷിക്കണം. എങ്കിൽ മാത്രമേ മാജിക് മാപ്പ് നിങ്ങൾക്ക് എളുപ്പം മനസ്സിലാക്കി കഴിഞ്ഞാൽ ഏത് മാത്തമാറ്റിക്കൽ പ്രോബ്ലം നിങ്ങൾക്ക് സോൾവ് ചെയ്യാം. മോൾ കൺസെപ്റ്റ്. കൂട്ടുകാരെ, നമ്മുടെ കയ്യിൽ ഒരു സബ്സ്റ്റൻസ് ഉണ്ട്, കെമിക്കൽ സബ്സ്റ്റൻസ് എന്ന് വിചാരിക്കുക. ആ സബ്സ്റ്റൻസിൽ എത്രത്തോളം നമ്പർ ഓഫ് മോളിക്യൂൾസ് ഉണ്ട് എന്ന് നമ്മൾ എങ്ങനെ കണ്ടുപിടിക്കും? ഇങ്ങനെയുള്ള ചില ശ്രമകരമായിട്ടുള്ള കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടാണ് നമ്മൾ മോൾ കൺസെപ്റ്റ് പഠിക്കുന്നത്. ഫോർ എക്സാമ്പിൾ, നമ്മുടെ കയ്യിൽ സോഡിയം ക്ലോറൈഡ് ഉപ്പുണ്ട്, കുറച്ച് ഗ്രാം. അല്ലെങ്കിൽ നമ്മുടെ കയ്യിൽ ചോക്ക് പീസ് ഉണ്ട്, കാൽഷ്യം കാർബണേറ്റ്. എങ്കിൽ അതിൽ കാൽഷ്യം കാർബണേറ്റിൻ്റെ എത്ര നമ്പർ ഓഫ് മോളിക്യൂൾസ് ഉണ്ട് നമ്മുടെ കയ്യിലുള്ള ആ ചെറിയ പീസിൽ? അല്ലെങ്കിൽ നമ്മുടെ കയ്യിലുള്ള ഗ്രാം സോഡിയം ക്ലോറൈഡിൽ എത്രത്തോളം സോഡിയം ക്ലോറൈഡിൻ്റെ മോളിക്യൂൾസ് ഉണ്ട് എന്നൊക്കെ അതിൻ്റെ നമ്പർ അക്യുറേറ്റ് ആയി കാൽക്കുലേറ്റ് ചെയ്യാനാണ് നമ്മൾ മോൾ കൺസെപ്റ്റ് ഉപയോഗിക്കുന്നത്. അപ്പോൾ എങ്ങനെയാണ്, ഹൗ ക്യാൻ വി കാൽക്കുലേറ്റ് ദ നമ്പർ ഓഫ് പാർട്ടിക്കിൾസ്, മൈന്യൂട്ട് പാർട്ടിക്കിൾസ്? ഈ മൈന്യൂട്ട് പാർട്ടിക്കിൾസ്, ആറ്റത്തിൻ്റെയും മോളിക്യൂൾസിൻ്റെയും ഒക്കെ എണ്ണം നമ്മൾ എങ്ങനെ കണ്ടുപിടിക്കും? അതാ നമ്മൾക്കറിയാം. സാധാരണഗതിയിൽ എലമെൻ്റ് ആണെങ്കിലും കോമ്പൗണ്ട് ആണെങ്കിലും അതിലെ മൈന്യൂട്ടായിട്ടുള്ള ആറ്റമോ അല്ലെങ്കിൽ മോളിക്യൂൾസോ ആയിക്കോട്ടെ, അവയെല്ലാം സെയിം സൈസും സെയിം മാസുമാണ്. അപ്പോൾ സെയിം സൈസും സെയിം മാസുമാണ് ഒരു സബ്സ്റ്റൻസിലുള്ള മൈന്യൂട്ട് പാർട്ടിക്കിളുകൾ എങ്കിൽ നമുക്ക് അതിൻ്റെ എണ്ണം, ആ മാസ് വെച്ചുകൊണ്ട് അവയുടെ നമ്പേഴ്സ്, എണ്ണം നമുക്ക് കണ്ടുപിടിക്കാം. അതാണ് നമ്മൾ മോൾ കൺസെപ്റ്റിൽ പ്രധാനമായിട്ടും അറിഞ്ഞിരിക്കേണ്ട ഒരു തത്വം. ഇനി എങ്ങനെ കണ്ടുപിടിക്കും? ഫോർ എക്സാമ്പിൾ, നമ്മുടെ കയ്യിൽ 3 തരത്തിലുള്ള ഫ്രൂട്ട്സ് ഉണ്ടെന്ന് സങ്കല്പിക്കുക. അതായത് ഒരു കൊട്ടയിൽ
ഒരു കൊട്ടയിൽ എന്തുണ്ട്? മുന്തിരിയുണ്ട്, ഗ്രേപ്സ് ഉണ്ട്. രണ്ടാമത്തെ കൊട്ടയിൽ ലെമൺ ഉണ്ട്, അടുത്ത കൊട്ടയിൽ ഓറഞ്ച് ഉണ്ട്. നമുക്കറിയാം ഈ ഓരോ ഫ്രൂട്ട്സിൻ്റെയും ഓരോ പാർട്ടിക്കിൾ എടുത്താൽ, അല്ലെങ്കിൽ ഓരോന്നിൽ ഓരോ ഫ്രൂട്ട്സ് എടുത്താൽ അതെല്ലാം സെയിം സൈസുമല്ല, സെയിം മാസുമല്ല. എന്നാൽ ഇവയെല്ലാം ഇപ്പം ഗ്രേപ്സ് ആണെങ്കിലും അതിലെല്ലാ ഗ്രേപ്സും ഐഡൻറ്റിക്കൽ സൈസാണ്, ഐഡൻറ്റിക്കൽ മാസാണെന്ന് സങ്കല്പിക്കുക. അതുപോലെ ലെമണും എല്ലാം ഐഡൻറ്റിക്കൽ സൈസാണ്, ഐഡൻറ്റിക്കൽ മാസാണ് സങ്കല്പിക്കുക. അതുപോലെ ഓറഞ്ചും ഐഡൻറ്റിക്കൽ സൈസാണ്, ഐഡൻറ്റിക്കൽ മാസാണ് സങ്കല്പിച്ചാൽ, ഇതിൽ നമ്മുടെ ഒരു മുന്തിരിയുടെ മാസ് 1 gram ആണ് സങ്കല്പിച്ചേ. ഒരു ലെമണിൻ്റെ മാസ് 4 gram ആണ് സങ്കല്പിക്കുക. ഒരു ഓറഞ്ചിൻ്റെ മാസ് 20 gram ആണെന്ന് സങ്കല്പിക്കുക. എങ്കിൽ നമ്മൾ 100 gram മുന്തിരി വാങ്ങുകയാണെങ്കിൽ അതിൽ എത്ര എണ്ണം മുന്തിരി ഉണ്ടായിരിക്കും, എത്ര എണ്ണം ഗ്രേപ്പ് ഉണ്ടായിരിക്കും? നമുക്കറിയാം 100 എണ്ണം ഗ്രേപ്സ് ഉണ്ടായിരിക്കും, 100 മുന്തിരി ഉണ്ടായിരിക്കും അല്ലേ? കാരണം ഒരു മുന്തിരിയുടെ മാസം 1 gram ആണ്. അപ്പോൾ 100 gram വാങ്ങിക്കഴിഞ്ഞാൽ 100 എണ്ണം മുന്തിരി ഉണ്ടായിരിക്കും. ഇതേപോലെ നമ്മൾ 100 gram ലെമൺ വാങ്ങിക്കഴിഞ്ഞാൽ അതിൽ 100 എണ്ണം ലെമൺ ഉണ്ടായിരിക്കുമോ? ഒരിക്കലുമില്ല. കാരണം ഒരു ലെമണിൻ്റെ മാസം 4 gram ആണെങ്കിൽ അതിൽ 25 എണ്ണം ലെമൺ ഉണ്ടായിരിക്കും. ഇതുപോലെ നമ്മൾ ഓറഞ്ച് 100 gram വാങ്ങിക്കുകയാണെങ്കിൽ അതിൽ 100 എണ്ണം ഓറഞ്ച് ഉണ്ടായിരിക്കുമോ? ഒരിക്കലുമില്ല. ഓറഞ്ച് എത്ര എണ്ണം ഉണ്ടായിരിക്കും? ഒരു ഓറഞ്ചിൻ്റെ മാസ് 20 gram ആയതുകൊണ്ട് അതിൽ 5 എണ്ണം ഓറഞ്ചാണ് നമുക്ക് 100 gram വാങ്ങിക്കഴിഞ്ഞാൽ കിട്ടുക. അപ്പോൾ നോക്കൂ, നമ്മൾ എല്ലാം ഒരേ മാസം എടുത്തു, 100 gram എടുത്തു. അപ്പോൾ ഒരേ മാസം എടുത്തപ്പോൾ എല്ലാത്തിലെയും ഫ്രൂട്ട്സിൻ്റെ എണ്ണം ഒരുപോലെ കിട്ടിയോ? ഇല്ല. 100 gram തന്നെയാണ് മുന്തിരിയും ഓറഞ്ചും ലെമണും ഒക്കെ വാങ്ങിയതെങ്കിൽ മുന്തിരി 100 എണ്ണം കിട്ടി 100 gram വാങ്ങിയപ്പോൾ. ലെമൺ 100 gram വാങ്ങിയപ്പോൾ നമുക്ക് 25 എണ്ണം കിട്ടി. അപ്പോൾ മറ്റേതോ 5 എണ്ണം കിട്ടി. നമുക്ക് ഈ ലെമണിൻ്റെയും അതുപോലെ മുന്തിരിയുടെയും ഓറഞ്ചിൻ്റെയും ഒക്കെ എണ്ണം തുല്യമായി കിട്ടണമെങ്കിൽ എന്ത് ചെയ്യണം? ഒക്കെ വ്യത്യസ്തമായ ഗ്രാം വാങ്ങേണ്ടി വരും അല്ലേ? 100 gram മുന്തിരി കിട്ടണമെങ്കിൽ 100 എണ്ണം മുന്തിരി കിട്ടണമെങ്കിൽ 100 gram മുന്തിരി വാങ്ങിയാൽ മതി. എന്നാൽ 100 എണ്ണം ലെമൺ കിട്ടണമെങ്കിൽ എത്ര ഗ്രാം ലെമൺ വാങ്ങേണ്ടി വരും? 400 gram ലെമൺ വാങ്ങേണ്ടി വരും അല്ലേ? 100 എണ്ണം ഓറഞ്ച് കിട്ടണമെങ്കിലോ നമുക്ക് 2 kilogram, അതായത് 2000 gram ഓറഞ്ച് വാങ്ങേണ്ടി വരും. ശരിയല്ലേ? അതെ. ഇതുപോലെ നമ്മൾ ആറ്റത്തെ സങ്കല്പിക്കുക, അല്ലെങ്കിൽ ഒരു മോളിക്യൂളിനെ, ഒരു തന്മാത്രയെ സങ്കല്പിക്കുക. അപ്പോൾ ഹൈഡ്രജൻ ആറ്റം എടുക്കുകയാണെങ്കിൽ ഇവ പോലെ ഒരു ഗ്രാമോ ഒന്നുമല്ല ഒരു ഹൈഡ്രജൻ ആറ്റത്തിൻ്റെ മാസ് എന്ന് പറഞ്ഞാൽ. നമുക്കറിയാം വളരെ മൈന്യൂട്ടാണ് ഹൈഡ്രജൻ പാർട്ടിക്കിൾസ്. അപ്പോൾ ഹൈഡ്രജൻ്റെ ഒരു ആറ്റം എടുക്കുകയാണെങ്കിൽ അതിന് ഏകദേശം 1.67 × 10⁻24 gram ആണ് അതിൻ്റെ മാസ് എന്ന് പറഞ്ഞാൽ അത്രയും മൈന്യൂട്ടാണ്. നമുക്ക് കണക്കാക്കാൻ നമുക്ക് ചിന്തിക്കാവുന്ന എത്രയോ താഴെയാണ് ഒരു ഹൈഡ്രജൻ ആറ്റത്തിൻ്റെ മാസ്. അപ്പോൾ അത് നമുക്ക് ഈ മുന്തിരിയുമായിട്ട് കമ്പയർ ചെയ്യാൻ ഇച്ചിരി ബുദ്ധിമുട്ടാണ്. അതുകൊണ്ട് നമുക്ക് ഇവയെ ഒരു റിലേറ്റീവ് ആറ്റോമിക് മാസ്, അതായത് ഇപ്പോൾ നമ്മൾ മുന്തിരിയുടെ എത്രത്തോളം മടങ്ങാണ് ലെമണിൻ്റെ മാസ്, ഓറഞ്ചിൻ്റെ മാസ് എന്നൊക്കെ പറഞ്ഞല്ലോ. ഇതുപോലെ ആറ്റങ്ങളുടെ കേസിൽ, മോളിക്യൂൾസിൻ്റെ മൈന്യൂട്ട് പാർട്ടിക്കിൾസിൻ്റെ കേസിൽ അതിനെ മാസ് എക്സ്പ്രസ് ചെയ്യുന്നത് നമ്മൾ റിലേറ്റീവ് ആറ്റോമിക് മാസുകൾ ഉപയോഗിച്ചാണ്. എന്താ റിലേറ്റീവ് ആറ്റോമിക് മാസ് പറഞ്ഞാൽ? നമ്മൾ ബേസിക് യൂണിറ്റ് ആയിട്ട് ആറ്റത്തിൻ്റെയും മോളിക്യൂൾസിൻ്റെയൊക്കെ കേസിൽ, മൈന്യൂട്ട് പാർട്ടിക്കിൾസിൻ്റെ കേസിൽ ബേസിക് ആയിട്ടൊരു യൂണിറ്റ് നമ്മൾ സങ്കല്പിക്കുന്നു. അതിൻ്റെ മാസിനോട് മറ്റുള്ള ആറ്റങ്ങളുടെയും മോളിക്യൂൾസിൻ്റെയൊക്കെ ഇത് ബേസിക് യൂണിറ്റ് എത്ര മടങ്ങാണ്, ഇതിനേക്കാൾ എത്രത്തോളം കൂടുതലാണെന്നാണ് പറയുന്നത്. അതിനെ റിലേറ്റീവ് ആറ്റോമിക് മാസ് എന്ന് പറയുക. അപ്പോൾ റിലേറ്റീവ് ആറ്റോമിക് മാസ് ഈസ് ദ മെത്തേഡ് യൂസ്ഡ് ടു എക്സ്പ്രസ് ദ മാസ് ഓഫ് ദി മൈന്യൂട്ട് പാർട്ടിക്കിൾസ് ലൈക്ക് ആറ്റംസ്, മോളിക്യൂൾസ് എക്സെട്ര. ആറ്റം പോലെ മോളിക്യൂൾസിനെ പോലുള്ള മൈന്യൂട്ട് പാർട്ടിക്കിൾസിൻ്റെ മാസ് എക്സ്പ്രസ് ചെയ്യാൻ നമ്മൾ ഉപയോഗിക്കുന്ന ഒരു മെത്തേഡാണ് റിലേറ്റീവ് ആറ്റോമിക് മാസ് എന്ന് പറയുന്നത്. In this method, the mass of an atom is compared with the mass of another atom. ഈ മെത്തേഡ് എന്ത് ചെയ്യുന്നു? നമ്മൾ മറ്റുള്ള ആറ്റങ്ങളുടെയൊക്കെ മാസ് എന്ത് ചെയ്യുന്നു? നമ്മൾ ബേസിക് യൂണിറ്റായി എടുത്തിരിക്കുന്ന ആറ്റത്തിൻ്റെ മാസുമായിട്ട് കമ്പയർ ചെയ്ത് and express as the number which shows how many times it is heavier than the other atom.
നമ്മൾ ഈ ബേസിക് യൂണിറ്റായി എടുത്തിട്ടുള്ള ഈ മാസിനോട് എത്രത്തോളം ഹെവിയർ ആണ്, എത്രത്തോളം മടങ്ങുകളാണ് മറ്റു ആറ്റത്തിൻ്റെ മാസ് എന്ന് എക്സ്പ്രസ് ചെയ്യുന്നു, അതാണ് റിലേറ്റീവ് ആറ്റമിക് മാസ് എന്ന് പറഞ്ഞാൽ. അപ്പോൾ ഏതാണ് നമ്മൾ ബേസിക് യൂണിറ്റായി എടുക്കുന്ന ആ മാസ്? അപ്പോൾ അത് നമ്മൾ സാധാരണ ഉപയോഗിക്കാറ് കാർബണിൻ്റെ ഐസോട്ടോപ്പായ കാർബൺ 12 എന്ന് പറയുന്ന ആ ആറ്റത്തെ നമ്മൾ എന്ത് ചെയ്യുന്നു, അതിനെ ഈക്വൽ പാർട്ടുകളായി 12 തുല്യ ഭാഗങ്ങളായി ഡിവൈഡ് ചെയ്യുക എന്ന് സങ്കല്പിക്കുക. അതായത് കാർബൺ 12 എന്ന് പറയുന്ന ആ ആറ്റത്തെ നമ്മൾ എന്ത് ചെയ്യുന്നു, ഈക്വൽ പാർട്ടായി നമ്മൾ തുല്യ ഭാഗങ്ങളായി ഡിവൈഡ് ചെയ്താൽ അതിലെ ഒരു ഭാഗം ആണ് നമ്മൾ ബേസിക് യൂണിറ്റ് ആയിക്കൊണ്ട് നമ്മൾ ഇതിനെടുക്കുക. എന്നിട്ട് ഈ ഒരു യൂണിറ്റിനെ ബേസിക്കായി എടുത്ത് അതിനോട് എത്രത്തോളം ഹെവിയർ ആണ്, അതിൻ്റെ എത്ര മടങ്ങാണ് മറ്റു എല്ലാ ആറ്റങ്ങളുടെയും മാസ് എന്ന് നമ്മൾ കമ്പയർ ചെയ്യുന്നു. ദ ആറ്റമിക് മാസ് ഓഫ് ആൻ എലമെന്റ് ഈസ് എക്സ്പ്രസ്ഡ് ബൈ കൺസിഡറിങ് ദ 1/12 മാസ് ഓഫ് ആൻ ആറ്റം ഓഫ് കാർബൺ 12 ഐസോട്ടോപ്പ്. കാർബൺ 12ൻ്റെ ആ 1/12 എത്രയുണ്ടോ ആ മാസിനെ നമ്മൾ 1 യൂണിറ്റായി കൺസിഡർ ചെയ്യുന്നു. ദിസ് മാസ് ഈസ് ടേംഡ് ആസ് യൂണിഫൈഡ് മാസ് ഓർ ആറ്റമിക് മാസ് യൂണിറ്റ്. അതിനെ നമ്മൾ 1 ആറ്റമിക് മാസ് യൂണിറ്റ് എന്ന് പറയുന്നു. അതെത്രയാണ്? അത് കാർബൺ 12 ആറ്റത്തിൻ്റെ മാസിൻ്റെ 1/12 മാസാണ്. അതിനെ നമ്മൾ ബേസിക് യൂണിറ്റായി ഒരു യൂണിറ്റായി സങ്കല്പിക്കുന്നു. ഈ ഒരു യൂണിറ്റ് എന്ന് പറയുന്നത് നമ്മളൊരു ഹൈഡ്രജൻ ആറ്റത്തിൻ്റെ മാസിന് ഏകദേശം ഈക്വലാണ്. അതുകൊണ്ട് ഹൈഡ്രജൻ ആറ്റത്തിൻ്റെ മാസിന് ഏകദേശം ഈക്വൽ ആയതുകൊണ്ട് തന്നെ 1 ആറ്റമിക് മാസ് യൂണിറ്റ് തന്നെയാണ് ഹൈഡ്രജൻ്റെയും മാസ് എന്ന് നമുക്ക് കമ്പയർ ചെയ്തുകൊണ്ട് പറയാം. അങ്ങനെയാണെങ്കിൽ നമ്മൾ ചില എലമെൻസുകളുടെ ആറ്റമിക് മാസ് പഠിച്ചു വെക്കുന്നത് നന്നായിരിക്കും. നമുക്ക് പ്രോബ്ലം ചെയ്യുമ്പോൾ വളരെ എളുപ്പമായിരിക്കും. ഇപ്പോൾ ഹൈഡ്രജൻ നമ്മൾ പറഞ്ഞു, അതായത് നമ്മുടെ കാർബൺ 12ൻ്റെ 1/12 ആണല്ലോ 1 യൂണിറ്റ് മാസ് എന്ന് പറയുന്നത്. അപ്പോൾ അതിന് ഈക്വൽ ആയിട്ടുള്ള മാസ് തന്നെയാണ് ഹൈഡ്രജൻ്റെ മാസ്, ഒരു ആറ്റത്തിൻ്റെ മാസ്. അപ്പോൾ അത് നമുക്ക് ആറ്റമിക് മാസ് ഹൈഡ്രജൻ്റെത് 1 തന്നെയാണ് സങ്കല്പിക്കാം. 1 ഹൈഡ്രജൻ്റെ ആറ്റമിക് മാസ്. ഹീലിയത്തിൻ്റെത് നമ്മൾ നേരത്തെ ഗ്രേപ്പിനേക്കാൾ 4 മടങ്ങാണ് ലെമണിൻ്റെ മാസ് എന്ന് പറഞ്ഞ പോലെ തന്നെ ഹൈഡ്രജൻ്റെ ഈ ഒരു ആറ്റമിക് മാസിനേക്കാൾ 4 മടങ്ങാണ് ഹീലിയത്തിൻ്റെ. ഹീലിയത്തിൻ്റെ ആറ്റമിക് മാസ് 4ആണ്. അതുപോലെ കാർബണിൻ്റെത് നമ്മൾ കാർബണയാണല്ലോ 12 ഈക്വൽ ഭാഗമാക്കി മാറ്റിയത്. അപ്പോൾ അത് 12 കൂടി ചേരുമ്പോഴാണ് കാർബൺ ആകുന്നത്. അപ്പോൾ കാർബണിൻ്റെത് 12 തന്നെയാണ് ആറ്റമിക് മാസ്. നൈട്രജൻ്റെത് 14 ആണ് ആറ്റമിക് മാസ്. ഓക്സിജൻ്റെത് 16, പിന്നെ സോഡിയത്തിൻ്റെ 23, സൾഫറിൻ്റെ 32, ക്ലോറിൻ്റെ 35.5. ഈ ഫ്രാക്ഷൻ വരാനുള്ള കാരണം എന്താ വെച്ചാൽ ചില ഐസോട്ടോപ്പുകളുടെ വരുന്നത് കൊണ്ടാണ്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുന്നു, അതിനെ ആവറേജ് ആണ് എടുക്കുക. അപ്പോൾ ചിലപ്പോൾ ഫ്രാക്ഷൻ വരും. സാധാരണ രീതിയിൽ ഹോൾ നമ്പർ തന്നെയാണ് ആറ്റമിക് മാസ് വരാറ്. കാൽഷ്യത്തിൻ്റെത് 40 ആണ് ആറ്റമിക് മാസ്. അപ്പോൾ ഇത്രയും എലമെൻസുകൾ സാധാരണഗതിയിൽ നമുക്ക് വരാറുണ്ട്. അപ്പോൾ ഈ എലമെൻസുകളുടെ ആറ്റമിക് മാസ് നമ്മൾ പഠിച്ചു വെക്കുക. പ്രോബ്ലം ചെയ്യുമ്പോൾ നമുക്ക് വളരെയധികം ഈസി ആയിരിക്കും എന്ന് മനസ്സിലാക്കുക. അപ്പോൾ കൂട്ടുകാരെ, നിങ്ങൾ ആറ്റമിക് മാസ് എന്താണെന്ന് മനസ്സിലാക്കി. ഇനി നമ്മൾ നേരത്തെ പറഞ്ഞ ആ ഉദാഹരണത്തിലേക്ക് ഒന്നുകൂടി ഒന്ന് നോക്കൂ. അതായത് നമ്മൾ പറഞ്ഞു 100 എണ്ണം മുന്തിരി ഗ്രേപ്സ് നമുക്ക് കിട്ടണമെങ്കിൽ 100 ഗ്രാം മുന്തിരി എടുക്കണം. ലെമൺ ആണെങ്കിൽ അത് 400 ഗ്രാം എടുക്കണം. ഓറഞ്ച് ആണെങ്കിൽ അത് 2000 ഗ്രാം എടുക്കണം എന്ന് പറഞ്ഞു. അപ്പോഴാണ് എല്ലാത്തിൻ്റെയും എണ്ണം 100 എണ്ണമായി മാറുകയുള്ളൂ. ഇതുപോലെ ആറ്റത്തിൻ്റെ കേസിൽ നമ്മൾ ചിന്തിച്ച് നോക്കൂ. ഇപ്പോൾ ഹൈഡ്രജൻ, അതുപോലെ തന്നെ ഹീലിയം, അതുപോലെ ഓക്സിജൻ ഒക്കെ ഉണ്ടല്ലോ. ഇവയുടെയൊക്കെ എണ്ണം തുല്യമാവണമെങ്കിൽ ഇവ എത്ര ഗ്രാം എടുക്കണം? എല്ലാം ഒരേ എണ്ണം. ഫോർ എക്സാമ്പിൾ, ഇപ്പോൾ ഒരേ എണ്ണം കിട്ടണം നമുക്ക്. ഇത്ര എണ്ണം എന്നില്ല, നമ്മൾ ഒരു എണ്ണം സങ്കല്പിക്കുന്നു. ആ എക്സ് എന്ന് പറയുന്ന എണ്ണം സങ്കല്പിക്കുന്നു. അപ്പോൾ എക്സ് ആണ് എണ്ണം വിചാരിച്ചോളൂ. എക്സ് എണ്ണം ഈ ഹൈഡ്രജൻ, എക്സ് എണ്ണം ഈ ഹീലിയം, എക്സ് എണ്ണം ഓക്സിജൻ നമുക്ക് ലഭിക്കണമെങ്കിൽ ഇവയെല്ലാം എത്ര എടുക്കണം എന്നറിയുമോ? ഹൈഡ്രജൻ്റെ കേസിലാണെങ്കിൽ ഇവയുടെ ആറ്റോമിക് മാസ് എത്ര? ഹൈഡ്രജൻ്റെ 1 ആണ്. അപ്പോൾ ആ ഹൈഡ്രജൻ്റെ ആറ്റോമിക് മാസിന് തുല്യമായ ഗ്രാം എടുത്താൽ 1 ഗ്രാം ആണ്. അപ്പോൾ ഹൈഡ്രജൻ 1 ഗ്രാം എടുക്കുകയാണെങ്കിൽ നമുക്ക് എക്സ് എണ്ണം ഹൈഡ്രജൻ ആറ്റം കിട്ടും അല്ലേ? ഇതേപോലെ ഇതേ എണ്ണം ഹീലിയം കിട്ടണമെങ്കിൽ, കാരണം ഹീലിയത്തിൻ്റെ ആറ്റോമിക് മാസ് 1 അല്ല 4 ആണ്, ഈ ഹൈഡ്രജൻ്റെ 4 മടങ്ങാണ്. അപ്പോൾ 4 ഗ്രാം എടുക്കുക, അതിന് തുല്യമായ ഗ്രാം എടുത്തു കഴിഞ്ഞാൽ ഇതേ എണ്ണം നമുക്ക് ഹൈഡ്രജൻ്റെ തുല്യമായിട്ടുള്ള ഹീലിയം ആറ്റത്തിൻ്റെ എണ്ണം കിട്ടും. ഇതുപോലെ ഓക്സിജൻ നമ്മൾ എത്ര എടുക്കേണ്ടി വരും? ഇതേ എണ്ണം കിട്ടണമെങ്കിൽ ആ ഓക്സിജൻ ആറ്റോമിക് മാസ് 16 ആണ്. അപ്പോൾ 16 ഗ്രാം, അതിന് തുല്യമായ ഗ്രാം എടുക്കേണ്ടി വരും. 16 ഗ്രാം എടുത്താലാണ് ഇതേ എണ്ണം എക്സ് എണ്ണം നമുക്ക് കിട്ടുക, ഓക്സിജൻ ആറ്റം അല്ലേ? അതുപോലെ തന്നെ കാൽഷ്യത്തിൻ്റെ നമ്മൾ എടുക്കുകയാണെങ്കിൽ കാൽഷ്യത്തിൻ്റെ ആറ്റമിക് മാസ് 40 ആണ്. അപ്പോൾ 40 ഗ്രാം നമ്മൾ എടുത്തു കഴിഞ്ഞാൽ മാത്രമാണ് കാൽഷ്യം ഇതേ എണ്ണമായി മാറുക, എക്സ് എന്ന് പറയുന്ന എണ്ണം.
എന്ന് പറഞ്ഞാൽ നമ്മൾ ഏത് ആറ്റം എടുക്കുകയാണെങ്കിൽ ആ ആറ്റത്തിൻ്റെ എണ്ണം ഈക്വലായി കിട്ടണമെങ്കിൽ അതിന് ആറ്റോമിക് മാസിന് തുല്യമായിട്ടുള്ള മാസ് ഗ്രാമിൽ എടുത്തു കഴിഞ്ഞാൽ എല്ലാത്തിൻ്റെയും എണ്ണം തുല്യമായിരിക്കും. എക്സ് എന്ന് പറയുന്ന എണ്ണമായിരിക്കും. ഈ എക്സ് എന്ന് പറയുന്ന എണ്ണം എത്രയാണ്? എല്ലാ ആറ്റങ്ങളും അതിൻ്റെ ആറ്റോമിക് മാസ് തുല്യമായി ഗ്രാമിൽ എടുത്തു കഴിഞ്ഞാൽ എല്ലാത്തിൻ്റെയും എണ്ണം തുല്യമായിരിക്കും. അതിൽ ഈ ഒരു എണ്ണമാണ്. ആ എണ്ണം എത്രയാണ് എന്ന് സയൻറ്റിഫിക്കായി കണ്ടെത്തിയിട്ടുണ്ട്. അപ്പോൾ ഈ എക്സിൻ്റെ സ്ഥാനത്ത് നമുക്ക് ആ എണ്ണം കൊടുക്കാം. അതാണ് 6.022 × 10⁻23 എണ്ണം. അഥവാ ആറ്റമാണെങ്കിൽ 6.022 × 10⁻23 ആറ്റംസ്. അത് ഏത് ഹൈഡ്രജൻ ആറ്റമാണെങ്കിൽ 1 ഗ്രാം എടുത്താൽ ഈ എണ്ണമായിരിക്കും ഉണ്ടാവുക. 6.022 × 10⁻23 ആറ്റമായിരിക്കും. ഹീലിയം 4 ഗ്രാം എടുത്താൽ ഈ എണ്ണമായിരിക്കും ഉണ്ടാവുക. 6.022 × 10⁻23 ആറ്റംസ് ആയിരിക്കും അതിലുണ്ടായിരിക്കുക, ഹീലിയം ആറ്റം. ഓക്സിജൻ ആണെങ്കിൽ 16 ഗ്രാം എടുത്താൽ ഈ എണ്ണമായിരിക്കും ഉണ്ടാക്കുക. 6.022 × 10⁻23 ഓക്സിജൻ ആറ്റം. അതുപോലെ തന്നെ കാൽഷ്യം 40 ഗ്രാം എടുത്താൽ ഇതിൻ്റെ ഈ എണ്ണം തന്നെയായിരിക്കും. ഈ എണ്ണത്തെ 6.022 × 10⁻23 ആറ്റംസ് എന്ന് പറഞ്ഞ ഈ എണ്ണത്തെയാണ് നമ്മൾ അവഗാഡ്രോ നമ്പർ എന്ന് പറയുന്നത്. അവഗാഡ്രോയാണ് ഈ നമ്പർ കണ്ടെത്തിയത്. അതുകൊണ്ട് ഈ നമ്പർ അറിയപ്പെടുന്നത് അവഗാഡ്രോ നമ്പറാണ്. അതായത് എന്തപ്പോൾ നമ്മൾ പറഞ്ഞു വെച്ചാൽ ഏതൊരു ആറ്റവും അതിന് ആറ്റോമിക് മാസിന് തുല്യമായിട്ടുള്ള മാസ് നമ്മൾ ഗ്രാമിലെടുത്തു കഴിഞ്ഞാൽ അതിൽ അവഗാഡ്രോ നമ്പേഴ്സ് ഓഫ് ആറ്റംസ് ഉണ്ടായിരിക്കുമെന്നാണ് പറഞ്ഞത്. അതായത് 6.022 × 10⁻23 ആറ്റംസ് അതിലുണ്ടായിരിക്കും എന്നാണ് നമ്മൾ പറഞ്ഞത്. ഓക്കെ, ഇനി നമുക്കൊരു ഉദാഹരണത്തിലൂടെ ഇത് മനസ്സിലാക്കാം. അതായത് ഇപ്പം കാർബൺ ഓക്സിജനുമായിട്ട് റിയാക്ട് ചെയ്തുകൊണ്ട് കാർബൺ ഡൈ ഓക്സൈഡ് ഉണ്ടാകുന്ന ഒരു കെമിക്കൽ ഇക്വേഷനാണ് നൽകിയിരിക്കുന്നത്. ഈ ഇക്വേഷനിൽ നിന്ന് ഒരു കാർബൺ ആറ്റവുമായിട്ട് എത്ര ഓക്സിജൻ ആറ്റം കമ്പൈൻ ചെയ്തിട്ടാണ് കാർബൺ ഡൈ ഓക്സൈഡിൻ്റെ ഒരു മോളിക്യൂൾ ഫോം ചെയ്യുന്നത്? അറിയാം, 2 ഓക്സിജൻ ആറ്റമാണ് അല്ലേ? അപ്പോൾ ഒരു കാർബൺ ആറ്റവുമായിട്ട് 2 ഓക്സിജൻ ആറ്റം കമ്പൈൻ ചെയ്യണം. അപ്പോഴാണ് കാർബൺ ഡൈ ഓക്സൈഡ് ഫോം ചെയ്യുക. അങ്ങനെയാണെങ്കിൽ 1000 കാർബൺ ആറ്റവുമായിട്ട് എത്ര ഓക്സിജൻ കമ്പൈൻ ചെയ്താലാണ് നമുക്ക് ഈ രൂപത്തിൽ കാർബൺ ഡൈ ഓക്സൈഡ് ഫോം ചെയ്യുക? 2000 ഓക്സിജൻ ആറ്റം വേണ്ടി വരും അല്ലേ? അപ്പോൾ നമുക്ക് ഇതിനെ ഗ്രാമിലെടുത്ത് നോക്കാം. നേരത്തെ പറഞ്ഞത് വെച്ചുകൊണ്ട് തന്നെ നമുക്ക് ഗ്രാമിലെടുക്കാം. കാർബണിൻ്റെ ആറ്റമിക് മാസ് 12 നമ്മൾ നേരത്തെ പറഞ്ഞു. അപ്പോൾ 12 ഗ്രാം കാർബണുമായി എത്ര ഓക്സിജൻ ആറ്റം കമ്പൈൻ ചെയ്യുമ്പോഴാണ് നമുക്ക് കാർബൺ ഡൈ ഓക്സൈഡ് ഫോം ചെയ്യുന്നത്? 12 ഗ്രാം കാർബണുമായിട്ട്. അപ്പോൾ ഒരു ഓക്സിജൻ്റെ ആറ്റമിക് മാസ് 16 ആണ്. അപ്പോൾ അതിന് തുല്യമായ ഗ്രാമിന് 16 ഗ്രാമാണ്. അപ്പോൾ O2 എന്ന് പറയുമ്പോൾ 2 ഓക്സിജൻ ആറ്റം ഉണ്ട്. അതുകൊണ്ട് 16 × 2 32 ഗ്രാം എന്ന് എടുക്കാം അല്ലേ? അപ്പോൾ 32 ഗ്രാം ഓക്സിജനുമായിട്ട് കമ്പൈൻ ചെയ്യുമ്പോഴാണ് നമുക്ക് ഈ കാർബൺ ഡൈ ഓക്സൈഡ് ഫോം ചെയ്യുന്നത് മനസ്സിലാക്കാം. അപ്പോൾ 12 ഗ്രാം കാർബൺ എന്ന് പറഞ്ഞാൽ നമ്മൾ നേരത്തെ പറഞ്ഞു 12 ആണ് കാർബണിൻ്റെ ആറ്റോമിക് മാസ്. അതിനോട് തുല്യമായ ഗ്രാമിലെടുത്താൽ അതിൽ എത്ര നമ്പർ ഓഫ് കാർബൺ ആറ്റം ഉണ്ടെന്ന് നേരത്തെ പറഞ്ഞല്ലോ, അവഗാഡ്രോ നമ്പർ. അതായത് 6.022 × 10⁻23 കാർബൺ ആറ്റം ഉണ്ടായിരിക്കും. അപ്പോൾ അവഗാഡ്രോ നമ്പർ കാർബൺ ആറ്റം എത്ര ഓക്സിജൻ ആറ്റമായിട്ട് കമ്പൈൻ ചെയ്യണം? അതായത് അത് ഒരു ഓക്സിജൻ ആറ്റം ആണെങ്കിൽ അതിൽ 6.022 × 10⁻23 ഓക്സിജൻ ആറ്റം ഉണ്ടായിരിക്കും. ഇവിടെ O2 ആണല്ലോ, അതുകൊണ്ട് 2 × 6.022 × 10⁻23 ഓക്സിജൻ ആറ്റവുമായിട്ട് കമ്പൈൻ ചെയ്തിട്ടാണ് കാർബൺ ഡൈ ഓക്സൈഡ് ഉണ്ടാകുന്നത് നമുക്ക് മനസ്സിലാക്കാം. അപ്പോൾ എന്താണ് 6.022 × 10⁻23 കാർബൺ ആറ്റവുമായിട്ട് 2 × 6.022 × 10⁻23 ഓക്സിജൻ ആറ്റം കമ്പൈൻ ചെയ്യുമ്പോഴാണ് കാർബൺ ഡൈ ഓക്സൈഡ് ഫോം ചെയ്യുന്നത് നമുക്ക് ഇതിൽ നിന്ന് മനസ്സിലാക്കാം. കൂട്ടുകാരെ, അപ്പോൾ നമ്മൾ ആറ്റമിക് മാസ് എന്താണെന്ന് മനസ്സിലാക്കി കഴിഞ്ഞു. ഇനി നമുക്ക് ഇപ്പോൾ ഹൈഡ്രജൻ്റെ ആറ്റമിക് മാസ് 1 ആണ്. അതുപോലെ തന്നെ ഓക്സിജൻ്റെത് 16 ആണ്. അതുപോലെ ഹീലിയത്തിൻ്റെത് 4 ആണ് എന്നൊക്കെ നമ്മൾ പഠിച്ചല്ലോ. അപ്പോൾ ഈ ആറ്റമിക് മാസ് അതിന് തുല്യമായി ഗ്രാമിലെടുത്താൽ അതിന് മറ്റൊരു പേരുണ്ട്. അതാണ് ഗ്രാം ആറ്റമിക് മാസ് അല്ലെങ്കിൽ GAM എന്ന് നമ്മൾ പറയും. എന്താണ് ഗ്രാം ആറ്റമിക് മാസ്? GAM. അതായത് ഏതൊരു എലമെൻറ്റിൻ്റെയും ആറ്റമിക് മാസ് നമ്മൾ ഗ്രാമിലെടുത്താൽ അതിനെയാണ് നമ്മൾ ഗ്രാം ആറ്റമിക് മാസ് അല്ലെങ്കിൽ GAM എന്ന് പറയുന്നത്. ദ മാസ് ഓഫ് ആൻ എലമെൻറ്റ് ഇൻ ഗ്രാംസ് ന്യൂമറിക്കലി ഇറ്റ് ഈസ് ഈക്വൽ ടു ദ ആറ്റമിക് മാസ് ഈസ് കോൾഡ് ഗ്രാം ആറ്റമിക് മാസ്.
അതായത് ഏതൊരു എലമെൻറ്റിൻ്റെയും ആറ്റമിക് മാസിനെ നമ്മൾ ഗ്രാമിലെടുത്തു കഴിഞ്ഞാൽ അതിനെയാണ് ഗ്രാം ആറ്റമിക് മാസ് എന്ന് പറയുക. ഫോർ എക്സാമ്പിൾ ആറ്റമിക് മാസ് ഓഫ് കാർബൺ എത്രയാണ്? 12 ആണ്. അപ്പോൾ 1 GAM 1 ഗ്രാം ആറ്റമിക് മാസ് ഓഫ് കാർബൺ എന്ന് പറഞ്ഞാൽ ആ 12ന് ഗ്രാം ഇട്ട് കൊടുക്കുക. അപ്പോൾ 12 ഗ്രാം. അപ്പോൾ 1 GAM ഓഫ് കാർബൺ എന്ന് പറഞ്ഞാൽ 12 ഗ്രാം മനസ്സിലാക്കാം. അതുപോലെ ഓക്സിജൻ്റെ കേസ് ആണെങ്കിൽ ആറ്റമിക് മാസ് ഓഫ് ഓക്സിജൻ ഈസ് 16. അപ്പോൾ അതിൻ്റെ 1 GAM എന്ന് പറഞ്ഞാൽ ആ 16ൻ്റെ അപ്പുറത്ത് ഗ്രാം എന്നിട്ട് കൊടുക്കാം. അപ്പോൾ എന്താണ് 16 ഗ്രാം എന്ന് കിട്ടും. അതാണ് ഓക്സിജൻ ആറ്റത്തിൻ്റെ ആറ്റമിക് മാസ് അത് ഗ്രാം ആറ്റമിക് മാസിലേക്ക് മാറ്റുന്നത്. നൈട്രജൻ ആണെങ്കിൽ നമുക്കറിയാം നൈട്രജൻ്റെ ആറ്റമിക് മാസ് 14 ആണ്. അപ്പോൾ 1 GAM ഓഫ് നൈട്രജൻ ഈസ് 14 ഗ്രാം. മനസ്സിലായല്ലോ? എന്ന് പറഞ്ഞാൽ നമുക്ക് ആറ്റമിക് മാസിൻ്റെ അപ്പുറത്ത് ഗ്രാം എന്നിട്ട് കൊടുത്താൽ അതെന്തായി? ഗ്രാം ആറ്റമിക് മാസായി. അപ്പോൾ 1 GAM എന്ന് പറഞ്ഞാൽ അതെന്താണ്? ആറ്റമിക് മാസിന് തുല്യമായിട്ടുള്ള ഗ്രാമിലുള്ള അളവാണെന്ന് നാം മനസ്സിലാക്കുക. അപ്പോൾ ഈ 1 GAM എന്താണെന്നറിയോ? ഏതൊരു എലമെൻറ്റിൻ്റെ 1 GAM ഗ്രാം ആറ്റമിക് മാസ് എടുത്ത് നമ്മൾ നേരത്തെ പറഞ്ഞു. അതിൽ എത്ര നമ്പർ ഓഫ് ആറ്റംസ് ഉണ്ടായിരിക്കും? അവഗാഡ്രോ നമ്പർ ഓഫ് ആറ്റംസ് ഉണ്ടായിരിക്കും. 6.022 × 1023. അപ്പോൾ എന്ത് മനസ്സിലാക്കാം? 1 GAM ഓഫ് എനി എലമെൻറ്റ് വിൽ കണ്ടെയ്ൻ അവഗാഡ്രോ നമ്പർ ഓഫ് ആറ്റംസ്. ഏതൊരു എലമെൻറ്റും അതിൻ്റെ ആറ്റം നമ്മൾ 1 GAM എടുത്താൽ അത് ഏതായിക്കോട്ടെ, ഹൈഡ്രജൻ ആയിക്കോട്ടെ, ഹീലിയം ആയിക്കോട്ടെ, ഓക്സിജൻ ആയിക്കോട്ടെ, നൈട്രജൻ ആയിക്കോട്ടെ, ഏതും അതിൻ്റെ 1 GAM എടുത്തു കഴിഞ്ഞാൽ അതിൽ എത്ര നമ്പർ ഓഫ് ആറ്റംസ് ഉണ്ടായിരിക്കും? അവഗാഡ്രോ നമ്പർ 6.022 × 1023 നമ്പർ ഓഫ് ആറ്റംസ് അതിൽ ഉണ്ടായിരിക്കുമെന്ന് നമ്മൾ മനസ്സിലാക്കുക. അതിന് എക്സാമ്പിളാണ് നമ്മൾ ഈ ടേബിൾ കൊടുത്തിട്ടുണ്ട്. ടെക്സ്റ്റ് ബുക്കിലെ ടേബിളാണിത്. ഈ ടേബിൾ നോക്കിക്കൊണ്ട് നമുക്ക് അതിൻ്റെ ഉത്തരങ്ങൾ എളുപ്പം കണ്ടുപിടിക്കാൻ പറ്റില്ലേ? എന്തൊക്കെയാണ് തന്നിരിക്കുന്നത് നോക്കിക്കേ. നിങ്ങൾ ടേബിൾ നോക്കാം. അതായത് കാർബൺ ആറ്റമിക് മാസ് 12 ആണ്. മാസിൻ ഗ്രാം. അതിന് GAM എന്താണ്? 12 ഗ്രാം എന്ന് എടുക്കാം. അപ്പോൾ അതിൽ എത്ര GAM ഉണ്ട്? 1 GAM ആണ് അല്ലേ? അപ്പോൾ അതിൽ നമ്പർ ഓഫ് ആറ്റം 6.022 × 1023 ഉണ്ടാവും. ഓക്സിജൻ ആണെങ്കിൽ 16 ആണ് ആറ്റമിക് മാസ്. അപ്പോൾ അതിനെ ഗ്രാമിലെടുത്താൽ 16 ഗ്രാം ആയി. അപ്പോൾ അതാണ് 1 GAM. അപ്പോൾ അതിലും 6.022 × 1023 ആറ്റംസ് ഉണ്ടായി. നൈട്രജൻ ആണെങ്കിൽ 14 ആണ്. അതിൽ ഗ്രാമിലെടുക്കുമ്പോൾ 14 ഗ്രാം എന്നുണ്ടാവും. അതാണ് 1 GAM. അപ്പോൾ അതിൽ എത്ര ഉണ്ടാവും? അവഗാഡ്രോ നമ്പർ 6.022 × 1023 ആറ്റംസ് ഉണ്ടായിരിക്കും. ക്ലോറിൻ ആണെങ്കിൽ 35.5 ഗ്രാം ആണ്. എന്ത്? അതിന് ഗ്രാമിലെടുക്കുമ്പോൾ 1 GAM. അപ്പോൾ അതിൽ 6.022 × 1023 ആറ്റംസ് ഉണ്ടായിരിക്കും. അപ്പോൾ ഏതൊരു എലമെൻറ്റും അത് 1 GAM എടുക്കുകയാണെങ്കിൽ അതിൽ അവഗാഡ്രോ നമ്പർ ഓഫ് ആറ്റംസ് ഉണ്ടായിരിക്കും എന്നർത്ഥം. അവഗാഡ്രോ നമ്പർ നമ്മൾ NA എന്നാണ് സാധാരണ രീതിയിൽ ഷോർട്ടാക്കി റെപ്രസെൻറ്റ് ചെയ്യാറ് എന്നും കൂടി നിങ്ങൾ ഓർത്ത് വെക്കുക. ഇപ്പോൾ നമ്മൾ GAM എന്താണെന്ന് പഠിച്ചില്ലേ? ഈ GAM 1 GAM ഓഫ് എനി എലമെൻറ്റ് കണ്ടെയ്ൻ 6.022 × 1023 നമ്പർ ഓഫ് ആറ്റം നമ്മൾ പഠിച്ചില്ലേ? അത് ഏത് എലമെൻ്റ് ആണെങ്കിലും. അപ്പോൾ ഈ അവഗാഡ്രോ നമ്പർ ഓഫ് ആറ്റംസിനെയാണ് നമ്മൾ 1 മോൾ ഓഫ് ആറ്റം എന്ന് പറയുന്നത്. 6.022 × 1023 എന്ന് പറയുന്നത് 1 മോൾ ഓഫ് ആറ്റത്തിന് ഈക്വൽ ആണെന്ന് പറയാം. അപ്പോൾ ഇതാണ് 1 മോൾ. 1 mole may be defined as the quantity of any substance which contain 6.022 × 1023 particles. Particles ഏതുമായിക്കോട്ടെ, അതിൽ 6.022 × 1023 പാർട്ടിക്കിൾസ് ഉണ്ടെങ്കിൽ അത് ആ സബ്സ്റ്റൻസിൻ്റെ 1 മോൾ ആണ് എന്ന് നമുക്ക് പറയാൻ പറ്റും. അതാണ് 1 മോൾ. 1 മോൾ പറഞ്ഞാൽ എന്താണ്? അവഗാഡ്രോ നമ്പർ ഓഫ് പാർട്ടിക്കിൾസ് ആണെന്ന് മനസ്സിലാക്കുക. അത് ആറ്റം ആണെങ്കിലും മോളിക്യൂൾ ആണെങ്കിലും അത് എന്താണ്? 1 മോൾ എന്ന് പറഞ്ഞാൽ അവഗാഡ്രോ നമ്പർ ആയിരിക്കുമെന്ന് മനസ്സിലാക്കുക. അതിന് തുല്യമാണ് 1 മോൾ എന്ന് പറയുക. അപ്പോൾ എന്തായാലും മനസ്സിലാക്കാൻ പറ്റും, 1 GAM ഓഫ് ആറ്റം എന്ന് പറഞ്ഞാലും 1 മോൾ എന്ന് പറഞ്ഞാലും ഒരേ നമ്പേഴ്സ് ഓഫ് ആറ്റംസ് ആണ് എന്ന് മനസ്സിലാക്കാം. അതായത് അവഗാഡ്രോ നമ്പേഴ്സ് ഓഫ് ആറ്റം ആണ്. അപ്പോൾ 1 GAM ഓഫ് എനി എലമെൻറ്റ് ഈസ് ഈക്വൽ ടു 1 മോൾ ഓഫ് ആറ്റംസ്, ദാറ്റ് ഈസ് ഈക്വൽ ടു 6.022 × 1023 നമ്പർ, ദാറ്റ് ഈസ് ഈക്വൽ ടു അവഗാഡ്രോ നമ്പർ. മനസ്സിലായല്ലോ? നമുക്ക് ഒരു ഗ്രാം, ഇത്ര ഗ്രാം ഒരു സബ്സ്റ്റൻസ് തന്നിട്ടുണ്ടെങ്കിൽ അതിൽ എത്ര നമ്പർ ഓഫ് GAM ഉണ്ട് അല്ലെങ്കിൽ എത്ര നമ്പർ ഓഫ് മോൾസ് ഉണ്ട് എന്ന് എങ്ങനെ കണ്ടെത്താം? നമ്പർ ഓഫ് GAM അല്ലെങ്കിൽ നമ്പർ ഓഫ് ഗ്രാം ആറ്റമിക് മാസ് ഈസ് ഈക്വൽ ടു ഗിവൺ മാസ് ഡിവൈഡഡ് ബൈ GAM ഓഫ് ദാറ്റ് എലമെൻറ്റ്. അതാണ് ഇക്വേഷൻ. അല്ലെങ്കിൽ മോൾ ആണെങ്കിൽ നമ്പർ ഓഫ് മോൾ ഈസ് ഈക്വൽ ടു ഗിവൺ മാസ് ഡിവൈഡഡ് ബൈ GAM ഓഫ് ദാറ്റ് എലമെൻറ്റ്. രണ്ടാണെങ്കിലും ഒരേ ഇക്വേഷൻ തന്നെയാണ്, ഒരേ ഫോം ആണെന്ന് നാം മനസ്സിലാക്കുക. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ, ഇപ്പോൾ ഉദാഹരണം പറയുകയാണ്, നമുക്ക് 46 ഗ്രാം സോഡിയം നൽകിയിരിക്കുന്നു വിചാരിക്കാം. ഈ 46 ഗ്രാം സോഡിയത്തിൽ എത്ര GAM ഉണ്ട് അല്ലെങ്കിൽ എത്ര മോൾ സോഡിയം ആറ്റം ഉണ്ട് എന്നെങ്ങനെ കണ്ടെത്തും?
അപ്പോൾ ഗിവൺ മാസ് 46 ആണ്, ഡിവൈഡഡ് ബൈ GAM ഓഫ് ദ സോഡിയം ഈസ് 23 gram അല്ലേ. 23 ആണ് ആറ്റോമിക് മാസ്, അപ്പോൾ ഗ്രാമിൽ ഇത് 23 gram ആയി, അപ്പോൾ GAM ആയി. അപ്പോൾ ഗിവൺ മാസ് ഡിവൈഡഡ് ബൈ എന്താണ് GAM ഓഫ് ദി സോഡിയം, ദെൻ 46 gram ഡിവൈഡഡ് ബൈ 23 gram, ദാറ്റ് ഈസ് ഈക്വൽ ടു 2 GAM. ആ 2 GAM ആണെന്ത് 2 mol ഓഫ് സോഡിയം ആറ്റം. അപ്പോൾ സോഡിയം ആറ്റം 2 mol ആണ്, അല്ലെങ്കിൽ 2 GAM ആണെന്ന് നമുക്ക് മനസ്സിലാക്കാം. അപ്പോൾ നമ്മൾ ഇതുവരെ പറഞ്ഞത് ആറ്റങ്ങളുടെ കേസിലാണ്, ഒരു എലമെൻറ്റിൽ ഉണ്ടാകുന്ന ആറ്റങ്ങളുടെ കേസിലാണ്. എന്നാൽ മോളിക്യൂളിൻ്റെ കേസിലും നമുക്ക് ഈ രൂപത്തിൽ മനസ്സിലാക്കാൻ പറ്റും, മോൾ കൺസെപ്റ്റും ഉണ്ട്. അതായത് മോളിക്കുലാർ മാസ്സാണ് നമ്മൾ ആദ്യം പഠിക്കേണ്ടത്. ആറ്റമിക് മാസ് പഠിച്ച പോലെ മോളിക്കുലാർ മാസും ഉണ്ട്. അതായത് മോളിക്യൂൾസിൻ്റെ മാസിനെയാണ് നമ്മൾ മോളിക്കുലാർ മാസ് എന്ന് പറയുക. ഉദാഹരണമായി പറയുകയാണെങ്കിൽ മോളിക്കുലാർ മാസ് ഓഫ് എ സബ്സ്റ്റൻസ് ക്യാൻ ബി ഫൈൻഡ് ഔട്ട് ബൈ finding the sum of the atomic mass of the atoms present in one molecule of the substance. ഒരു സബ്സ്റ്റൻസിൻ്റെ മോളിക്യൂളിൽ എത്ര ആറ്റം ഉണ്ട്, ആ ആറ്റങ്ങളുടെ മുഴുവൻ മാസും തമ്മിൽ സമ്മ് ചെയ്താൽ എത്ര കിട്ടും, അതാണ് ആ മോളിക്യൂളിൻ്റെ മോളിക്കുലാർ മാസ് എന്ന് പറയുന്നത്. ഫോർ എക്സാമ്പിൾ H2O, വാട്ടർ അല്ലെ. H2O അതിൽ ഏതൊക്കെ ആറ്റംസ് ഉണ്ട്? ഹൈഡ്രജൻ്റെ 2 ആറ്റങ്ങളുണ്ട്, ഓക്സിജൻ്റെ 1 ആറ്റം ഉണ്ട്. അപ്പോൾ അവിടെ നമുക്കറിയാം ഹൈഡ്രജൻ്റെ ആറ്റമിക് മാസ് 1 ആണ്, ഓക്സിജൻ്റെ ആറ്റമിക് മാസ് 16 ആണ്. എങ്കിൽ H2O എന്ന് പറയുന്ന മോളിക്യൂളിൻ്റെ മോളിക്കുലാർ മാസ് എത്രയാണെന്ന് സംശയം ഉണ്ടാകും. അപ്പോൾ എങ്ങനെ കാണുകയെന്ന് ചോദിച്ചാൽ അവിടെ ഹൈഡ്രജൻ 2 ഉണ്ടല്ലോ H2Oയിൽ. അപ്പോൾ 2 ഇൻറ്റു ഹൈഡ്രജൻ്റെ ആറ്റമിക് മാസ് 1 ആയതുകൊണ്ട് 2 ഇൻറ്റു 1 പ്ലസ് ഓക്സിജൻ്റെ ആറ്റമിക് മാസ് 16 ആണ്. അപ്പോൾ 2 ഇൻറ്റു 1 പ്ലസ് 16 ദാറ്റ് ഈസ് ഈക്വൽ ടു 18. അപ്പോൾ 18 ആണ് എന്ത്, ആരുടെ, നമ്മുടെ H2Oയുടെ വാട്ടറിൻ്റെ മോളിക്കുലാർ മാസ് എന്ന് മനസ്സിലാക്കാം. ഇതുപോലെ നമുക്ക് ഏത് മോളിക്യൂൾസിൻ്റെയും മോളിക്കുലാർ മാസ് കണ്ടെത്താവുന്നതാണ്. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ NH3, അമോണിയ. അതിൽ നൈട്രജൻ്റെ നമുക്കറിയാം, നൈട്രജൻ്റെത് ഒരു നൈട്രജനാണുള്ളത്. അപ്പോൾ അതിൻ്റേത് 14 ആണ് അതിൻ്റെ ആറ്റമിക് മാസ്, പ്ലസ് 3 ഹൈഡ്രജൻ ഉണ്ട്. അപ്പോൾ 3 ഇൻറ്റു 1, ഹൈഡ്രജൻ ആറ്റമിക് മാസ് 1 ആണ്, 3 ഉണ്ട്, 3 ഇൻറ്റു 1. അപ്പോൾ 14 പ്ലസ് 3 ഇൻറ്റു 1 ദാറ്റ് ഈസ് ഈക്വൽ ടു 17. അപ്പോൾ NH3യുടെ മോളിക്കുലാർ മാസ് എന്ന് പറഞ്ഞാൽ 17 ആണെന്ന് നമുക്ക് മനസ്സിലാക്കാം. അപ്പോൾ ഏതൊരു മോളിക്യൂളിൻ്റെയും നമ്മൾ അതിൻ്റെ മോളിക്കുലാർ മാസ് കണ്ടാൽ അത് ഗ്രാമിലെടുത്തു കഴിഞ്ഞാൽ അതിനെയാണ് നമ്മൾ ഗ്രാം മോളിക്കുലാർ മാസ് അല്ലെങ്കിൽ GMM എന്ന് പറയുക. ആറ്റോമിക് മാസ് നമ്മൾ GAM പറഞ്ഞ പോലെ തന്നെ ആറ്റോമിക് മാസിനെ ഗ്രാമിലെടുത്താൽ GAM എന്ന് പറയുന്നത് പോലെ തന്നെ ഒരു മോളിക്യൂൾ, അവിടെ ആറ്റം ആണെങ്കിൽ ഇവിടെ മോളിക്യൂൾ, ആ വ്യത്യാസമേ ഉള്ളൂ. അപ്പോൾ ഒരു മോളിക്യൂളിൻ്റെ മോളിക്കുലാർ മാസ് ഗ്രാമിലെടുത്താൽ അതിനെ ഗ്രാം മോളിക്കുലാർ മാസ്, അതായത് GMM എന്ന് പറയാം. ഇപ്പോൾ പറഞ്ഞ എക്സാമ്പിൾ എടുക്കാം. വാട്ടറിൻ്റെ കേസിൽ H2Oയുടെ കേസിൽ അതിൻ്റെ മോളിക്കുലാർ മാസ് 18 എന്ന് പറഞ്ഞു. അപ്പോൾ അത് ഗ്രാം എടുത്താൽ 18 ഗ്രാം എടുത്താൽ അത് വാട്ടറിൻ്റെ GMM ആണ്, ഗ്രാം മോളിക്കുലാർ മാസ് ആണെന്ന് പറയാം. അപ്പോൾ 1 GMM അതായത് 1 gram molecular mass, 1 GMM of any molecule contain Avogadro number of molecules, അതായത് 6.022 into 10⁻23 molecules. നേരത്തെ ആറ്റം പറഞ്ഞ പോലെ തന്നെ ഇവിടെ മോളിക്യൂൾ മനസ്സിലാക്കാം. അതായത് 1 GMM contain Avogadro number of molecules. അപ്പോൾ എനി സബ്സ്റ്റൻസിൻ്റെയും 1 GMM എന്താണ്, അതിൽ അവഗാഡ്രോ നമ്പർ ഓഫ് മോളിക്യൂൾസ് ഉണ്ടായിരിക്കും എന്ന് നമുക്ക് മനസ്സിലാക്കാം. നേരത്തെ 1 GM ഓഫ് എനി ആറ്റം ഓഫ് എനി സബ്സ്റ്റൻസ്, ഒരു സബ്സ്റ്റൻസിൻ്റെ ഒരു ആറ്റത്തിൻ്റെ ഏത് സബ്സ്റ്റൻസിൻ്റെ ആറ്റം അതിൽ 1 GM ഉണ്ടെങ്കിൽ അവഗാഡ്രോ നമ്പർ ഓഫ് ആറ്റംസ് ഉണ്ടെന്ന് പറഞ്ഞു. ഇവിടെ ഒരു മോളിക്യൂൾസ്, അത് ഏത് മോളിക്യൂൾ ആയിക്കോട്ടെ, അതിൽ 1 GMM ആണ് ആ മോളിക്യൂളെങ്കിൽ അതിൽ അവഗാഡ്രോ നമ്പർ ഓഫ് മോളിക്യൂൾസ് ഉണ്ടായിരിക്കും. അത് തന്നെയാണ് എന്ത് 1 mol ഓഫ് മോളിക്യൂൾസ്, അതിൽ 1 mol ഓഫ് മോളിക്യൂൾസിന് അതും ഈക്വൽ ആയിരിക്കും. അപ്പോൾ 1 GMM എന്ന് പറയുന്നത് മോളിക്യൂൾസിൻ്റെ കേസിൽ അത് 1 mol മോളിക്യൂൾ ആണെന്നും നമ്മൾ മനസ്സിലാക്കുക. അപ്പോൾ 1 mol മോളിക്യൂൾ എന്ന് പറഞ്ഞാലും അവഗാഡ്രോ നമ്പർ ഓഫ് മോളിക്യൂൾസ് ഉണ്ടായിരിക്കും, അത് 1 GMM-നും ഈക്വൽ ആണെന്ന് നമ്മൾ മനസ്സിലാക്കാം. ഇനി നിങ്ങൾ ടെക്സ്റ്റ് ബുക്കിലെ ടേബിൾ നോക്കൂ. അതായത് ഹൈഡ്രജൻ മോളിക്യൂളാണ്, അല്ലെങ്കിൽ കോമ്പൗണ്ടാണ് H2 എന്ന് പറയുന്നത് അല്ലേ. അതിൽ മോളിക്കുലാർ മാസ് നമുക്കറിയാം എത്രയാണ്, 2 ഹൈഡ്രജൻ. H2 എന്ന് പറയുമ്പോൾ 2 ഹൈഡ്രജൻ ഉണ്ട്. അപ്പോൾ 2 ഇൻറ്റു 1 അതായത് 2 ആണ് മോളിക്കുലാർ മാസ്. അത് ഗ്രാമിലെടുത്താൽ 2 gram ആണ്, അതാണ് 1 GMM അല്ലേ. അപ്പോൾ അതിലെന്തുണ്ടായിരിക്കും, അവഗാഡ്രോ നമ്പർ ഓഫ് ഹൈഡ്രജൻ മോളിക്യൂൾ ഉണ്ടായിരിക്കും. 6.022 × 10⁻23 H2 മോളിക്യൂൾസ് ഉണ്ടായിരിക്കും. ഓക്സിജൻ അറിയുമ്പോൾ ഓക്സിജൻ മോളിക്യൂൾ എന്ന് പറഞ്ഞാൽ O2 ആണ്. അപ്പോൾ 2 ഓക്സിജൻ ആറ്റം ഉണ്ട്. അപ്പോൾ 2 ഇൻറ്റു 16 വരും. അപ്പോൾ 32 ആണ് മോളിക്കുലാർ മാസ്.
അപ്പോൾ ഗ്രാമിലെടുത്താൽ 32 ഗ്രാം എന്നാകും. അപ്പോൾ അതും 1 GMM ആണ്. അതിലും അവഗാഡ്രോ നമ്പർ ഓഫ് ഓക്സിജൻ മോളിക്യൂൾ ഉണ്ടായിരിക്കും. നൈട്രജൻ ആണെങ്കിൽ എത്രയാണ്? 14 ആറ്റോമിക് മാസ്. അപ്പോൾ N2 ആണ്, മോളിക്യൂൾ ആകുമ്പോൾ N2 ആണ്. അപ്പോൾ 2 × 14 ദാറ്റ് ഈസ് 28. അപ്പോൾ ഗ്രാമിലെടുത്താൽ 28 ഗ്രാം, അതാണ് 1 GMM. അപ്പോൾ അതിലും അവഗാഡ്രോ നമ്പർ ഓഫ് നൈട്രജൻ മോളിക്യൂൾ ഉണ്ടായിരിക്കും. വാട്ടർ ആണെങ്കിൽ നമ്മൾ നേരത്തെ പറഞ്ഞു 18 മോളിക്കുലാർ മാസ്. അപ്പോൾ അത് ഗ്രാമിലെടുത്താൽ 18 ഗ്രാം ആണ്. അപ്പോൾ അതും 1 GMM ഓഫ് വാട്ടർ ആണ്. അപ്പോൾ എന്ത് കിട്ടും? അതിലും അവഗാഡ്രോ നമ്പർ ഓഫ് വാട്ടർ മോളിക്യൂൾ ഉണ്ടായിരിക്കും. അമോണിയ ആണെങ്കിൽ 17 മോളിക്കുലാർ മാസ്. അപ്പോൾ അതിൽ 17 ഗ്രാം ഓഫ് അമോണിയ ഉണ്ടായിരിക്കും ഗ്രാമിലെടുത്താൽ. അതാണ് എന്ത്? 1 GMM ഓഫ് അമോണിയ. അതിലും അവഗാഡ്രോ നമ്പർ ഓഫ് അമോണിയ മോളിക്യൂൾ ഉണ്ടായിരിക്കും എന്നർത്ഥം. അപ്പോൾ എന്താ മനസ്സിലായത്? 1 GMM ഓഫ് എനി സബ്സ്റ്റൻസ് ദാറ്റ് കണ്ടെയ്ൻ അവഗാഡ്രോ നമ്പർ ഓഫ് മോളിക്യൂൾ. അപ്പോൾ നമ്മൾ ഏതൊരു സബ്സ്റ്റൻസിൻ്റെയും 1 GMM 1 ഗ്രാം മോളിക്കുലർ മാസ് എടുത്താൽ അതിൽ അവഗാഡ്രോ നമ്പർ ഓഫ് മോളിക്യൂൾസ് ഉണ്ടായിരിക്കും. ഇനി നമ്പർ ഓഫ് GMM എങ്ങനെ കണ്ടെത്തും? ഒരു മാസ്, ഇത്ര സബ്സ്റ്റൻസിൻ്റെ ഒരു മാസ് നമുക്ക് തന്നാൽ അതിൽ നമ്പർ ഓഫ് GMM നമ്മൾ നേരത്തെ പഠിച്ച പോലെ തന്നെ ഇവിടെയും പറയാൻ പറ്റും എത്ര GMM ഉണ്ടായിരിക്കുമെന്നാണ്. നമ്പർ ഓഫ് GMM is equal to given mass divided by GMM ഓഫ് ദി മോളിക്യൂൾ. മോളിക്യൂളിൻ്റെ GMM കൊണ്ട് ഡിവൈഡ് ചെയ്യുക, ഗിവൺ മാസിനെ ഡിവൈഡ് ചെയ്താൽ കിട്ടുന്നതാണ്. ദാറ്റ് ഈസ് ഈക്വൽ ടു ദി നമ്പർ ഓഫ് മോൾസ് ഓൾസോ. നമ്പർ ഓഫ് മോൾസിനും സെയിം ഇക്വേഷൻ തന്നെ, ഗിവൺ മാസ് ഡിവൈഡഡ് ബൈ GMM. അതും എന്താണ്? മോൾസ് കാണാനും ആ ഇക്വേഷൻ ഉപയോഗിക്കാവുന്നതാണ്. അപ്പോൾ എന്താണെന്ന് മനസ്സിലായത്? 1 GMM ഓഫ് മോളിക്യൂൾസ് ഇസ് ഈക്വൽ ടു 1 മോൾ ഓഫ് ദി മോളിക്യൂൾ എന്നുകൂടി നമ്മൾ മനസ്സിലാക്കുക. അതായത് 6.022 × 10⁻23 molecules are called 1 mole of molecules. That is 1 GMM is equal to 1 mole. That is equal to 6.022 × 10⁻23 molecules. ഓക്കെ, അപ്പോൾ നമുക്ക് നൈട്രജൻ്റെ കേസിലുള്ള ഈ ഫിഗർ ഒന്ന് നോക്കൂ നിങ്ങൾ. 28 ഗ്രാം ഓഫ് നൈട്രജൻ, N2 നൈട്രജൻ അല്ലേ? ഈ തന്നിരിക്കുന്ന ഫിഗറിൽ എന്തൊക്കെ മനസ്സിലാക്കാം? GAM എഴുതുകയാണെങ്കിൽ എത്ര GM ഉണ്ടായിരിക്കും? 28 ഗ്രാം എന്ന് പറയുമ്പോൾ അതിൽ നമുക്ക് എന്താ പറയാൻ പറ്റും? GAM ആണെങ്കിൽ ഗ്രാം ആറ്റമിക് മാസാണ്. N2 എന്ന് പറയുമ്പോൾ അതിൽ 2 ആറ്റം ഉണ്ടല്ലോ. അപ്പോൾ അതുകൊണ്ട് 2 GAM ഓഫ് നൈട്രജൻ എന്ന് എഴുതാം. കാരണം 14 ഗ്രാം ആണ് എന്ത്? 1 GAM. അപ്പോൾ 28 ഗ്രാം എന്ന് പറയുമ്പോൾ 2 GAM നൈട്രജൻ ഉണ്ടായിരിക്കും. അപ്പോൾ അതിൽ ആറ്റത്തിൻ്റെ കേസിലാണല്ലോ. അപ്പോൾ 2 × 6.022 × 10⁻23 ആറ്റംസ് ഉണ്ടായിരിക്കും 28 ഗ്രാം നൈട്രജൻ എന്ന് പറഞ്ഞാൽ. അതുപോലെ തന്നെ എത്ര മോളാണത്? 2 മോൾ നൈട്രജൻ ആറ്റമാണെന്ന് പറയാം. ഇനി മോളിക്യൂളായി കൺസിഡർ ചെയ്യുമ്പോൾ 1 GMM മോളിക്യൂൾസ് അല്ലേ? നൈട്രജൻ മോളിക്യൂൾ നൈട്രജൻ മോളിക്യൂൾ 1 GMM ഉണ്ടായിരിക്കും. അതുപോലെ 6.022 × 10⁻23 മോളിക്യൂൾസ് ആണ് ഇതിലുള്ളതെന്ന് പറയാം. 1 മോൾ ഓഫ് നൈട്രജൻ മോളിക്യൂൾ ആണ് ഇതിലുള്ളതെന്ന് പറയാം. അപ്പോൾ ഈ 2 രൂപത്തിലും നമുക്കിതിനെ പറയാൻ പറ്റും. അടുത്തതായി നമുക്ക് പഠിക്കാനുള്ളത് റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ വോളിയം ഓഫ് എ ഗ്യാസ് ആൻഡ് മോൾ. മോളും വോളിയം ഓഫ് എ ഗ്യാസും, ഒരു ഗ്യാസിൻ്റെ വോളിയവും മോളും തമ്മിൽ ബന്ധമുണ്ട്. ഇപ്പോൾ ഗ്യാസിൻ്റെ കേസിൽ നമുക്കറിയാം അറ്റ് കോൺസ്റ്റൻറ്റ് ടെമ്പറേച്ചർ ആൻഡ് പ്രഷർ ആണെങ്കിൽ, പ്രഷറും ടെമ്പറേച്ചറും മാറുന്നില്ലെങ്കിൽ അതിൻ്റെ വോളിയം ഡിപ്പെൻഡ് ചെയ്യുന്നത് നമ്പർ ഓഫ് മോളിക്യൂൾസിനെയാണ് അല്ലേ? അതാണ് അവഗാഡ്രോസ് ലോ പറയുന്നത്. അറ്റ് കോൺസ്റ്റൻറ്റ് ടെമ്പറേച്ചർ ആൻഡ് പ്രഷർ നമ്പർ ഓഫ് മോളിക്യൂൾ ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു ദ വോളിയം ഓഫ് ദി ഗ്യാസ്. നമ്പർ ഓഫ് മോളിക്യൂൾസ് ഇൻക്രീസ് ചെയ്യുന്നതോറും വോളിയം ഇൻക്രീസ് ചെയ്യും. നമ്മൾ ബലൂൺ വീർപ്പിക്കുന്ന കേസൊക്കെ നമ്മൾ പറഞ്ഞിരുന്നു. അപ്പോൾ അവിടെ അറ്റ് കോൺസ്റ്റൻറ്റ് ടെമ്പറേച്ചർ ആൻഡ് പ്രഷർ, പ്രഷറിലും ടെമ്പറേച്ചറിലും മാറ്റമില്ലെങ്കിൽ നമ്പർ ഓഫ് ഏത് ഗ്യാസ് ആയിക്കോട്ടെ ആ മോളിക്യൂൾസിൻ്റെ സൈസിൽ എന്തില്ല? പ്രാധാന്യമില്ല. മോളിക്യൂൾസിൻ്റെ ഏത് ഗ്യാസിൻ്റെ മോളിക്യൂൾസിൻ്റെ വലുപ്പത്തിൽ നമ്മൾ പ്രാധാന്യം കാണുന്നില്ല. എല്ലാം ഒരേ സൈസാണ് നമ്മൾ പറയുന്നത് ഗ്യാസിൻ്റെ കേസിൽ. അപ്പോൾ അവിടെ നമ്പർ ഓഫ് മോളിക്യൂൾ ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു വോളിയം. അപ്പോൾ നമ്മൾ സങ്കല്പിക്കുക 1 മോൾ ഓഫ് ഗ്യാസ് എന്ന് പറഞ്ഞാൽ 1 മോൾ ഓഫ് ഗ്യാസ്, എനി ഗ്യാസ്, ദ വോളിയം ഓഫ് 1 മോൾ ഓഫ് എനി ഗ്യാസ്. ഏത് ഗ്യാസിൻ്റെയും 1 മോള് എന്ന് പറയുന്നത് അതിൻ്റെ വോളിയം എന്ന് വിളിക്കുന്നതിനാണ് നമ്മൾ മോളാർ വോളിയം എന്ന് വിളിക്കുക. ഒരു മോള് ഏത് ഗ്യാസ് എടുത്താലും അതിൻ്റെ വോളിയത്തെ നമ്മൾ എന്ത് വിളിക്കും? മോളാർ വോളിയം എന്ന് വിളിക്കും. അപ്പോൾ ഈ മോളാർ വോളിയം അവിടെ ടെമ്പറേച്ചറും പ്രഷറും ഒരു പ്രത്യേകമായിട്ടുള്ള ഒരു കണ്ടീഷൻ ഉണ്ടെങ്കിൽ STP എന്ന് പറയുന്ന കണ്ടീഷൻ, അതായത് എന്താണ് STP എന്ന് പറഞ്ഞാൽ 273 കെൽവിൻ ടെമ്പറേച്ചറും 1 atm പ്രഷറും 1 അറ്റ്മോസ്ഫിയറിക് പ്രഷറും ഉണ്ടെങ്കിൽ അതിനെയാണ് നമ്മൾ STP അഥവാ സ്റ്റാൻഡേർഡ് ടെമ്പറേച്ചർ ആൻഡ് പ്രഷർ എന്ന് വിളിക്കുക.
അപ്പോൾ അവിടെ കോൺസ്റ്റന്റ് എന്ന് പറയുന്നത് ഈ അളവിലാണ്, അതിനാണ് എസ് ടി പി എന്ന് വിളിക്കുന്നത്. അപ്പോൾ എസ് ടി പി കണ്ടീഷനിലാണെങ്കിൽ അറ്റ് എസ് ടി പി ദ മോളാർ വോളിയം ഓഫ് എനി ഗ്യാസ് ഇസ് ഈക്വൽ ടു 22.4 ലിറ്റർ. അപ്പോൾ ഏതൊരു ഗ്യാസ് എടുത്താലും അത് മോളാർ വോളിയം അറ്റ് എസ് ടി പിയിലാണെങ്കിൽ അതിൻ്റെ വോളിയം എന്ന് പറയുന്നത് 22.4 ലിറ്റർ ആയിരിക്കും. അപ്പോൾ ഈ 22.4 ലിറ്റർ എന്ന് പറയുന്ന മോളാർ വോളിയം അറ്റ് എസ് ടി പി ആണെങ്കിൽ അതിൽ എത്ര നമ്പർ ഓഫ് ഗ്യാസസ് മോളിക്യൂൾ ഉണ്ടായിരിക്കും എന്ന് അറിയുമോ? 6.022 × 1023 അവഗാഡ്രോ നമ്പർ ഓഫ് മോളിക്യൂൾസ് ഉണ്ടായിരിക്കും, അല്ലെങ്കിൽ ആറ്റംസ് ഉണ്ടായിരിക്കും. അതിനെയാണ് നമ്മൾ 1 മോൾ എന്ന് വിളിക്കുന്നത്. അപ്പോൾ 1 മോൾ ഓഫ് എനി ഗ്യാസ് അറ്റ് എസ് ടി പി ഇസ് ഈക്വൽ ടു 22.4 ലിറ്റർ വോളിയം അല്ലേ. അപ്പോൾ ഒരു മോളാണ് ഒരു ഗ്യാസ്, അത് എസ് ടി പിയിലെ അതിൻ്റെ വോളിയം എന്ന് പറയുന്നത്, അതിൻ്റെ വ്യാപ്തം എന്ന് പറയുന്നത് 22.4 ലിറ്റർ ആയിരിക്കും. അപ്പോൾ നമ്പർ ഓഫ് മോൾസ് എസ് ടി പിയിൽ നമുക്ക് എങ്ങനെ കണ്ടുപിടിക്കാം? നമ്പർ ഓഫ് മോൾസ് ഓഫ് എ ഗ്യാസ് അറ്റ് എസ് ടി പി ദാറ്റ് ക്യാൻ ബി ഈക്വൽ ടു വോളിയം ഇൻ ലിറ്റർ ഡിവൈഡഡ് ബൈ 22.4 ലിറ്റർ. അതാണ് ഇക്വേഷൻ. ഇനി നോക്കൂ, ഈ തന്നിരിക്കുന്ന ഡയഗ്രാം നോക്കുക. ഇതിലിപ്പോൾ നമ്മൾ പറഞ്ഞ എല്ലാ കാര്യങ്ങളും ചുരുക്കി ഈ ഡയഗ്രാം കൊടുത്തിട്ടുണ്ട്. അതായത് 1 മോൾ അല്ലേ, അത് നമ്പർ ആണെങ്കിൽ അത് ആറ്റം ആയിക്കോട്ടെ മോളിക്യൂൾ ആയിക്കോട്ടെ, നമ്പറിലാണ് നമ്മൾ കാണുന്നതെങ്കിൽ അവഗാഡ്രോ നമ്പറിന് ഈക്വൽ ആയിരിക്കും 6.022 × 1023 ആയിരിക്കും. ഇനി 1 മോൾ മാസിലാണ് നമ്മൾ കണക്കാക്കുന്നതെങ്കിൽ അത് ആറ്റം ആണെങ്കിൽ 1 GAM ഈക്വൽ ആണ്, അതായത് 1 ഗ്രാം ആറ്റമിക് മാസിന് ഈക്വൽ ആണ്. 1 മോൾ അത് മാസിൽ മോളിക്യൂളിനാകുമ്പോൾ 1 GMM ഈക്വൽ ആണ് എന്ന് മനസ്സിലാക്കാം. ഇനി 1 മോൾ വോളിയം ഓഫ് എ ഗ്യാസ് അറ്റ് എസ് ടി പി ആണെങ്കിൽ അത് 22.4 ലിറ്റർ ആണ് അതിൻ്റെ വോളിയം എന്നും മനസ്സിലാക്കാം. ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഇതുവരെ പറഞ്ഞത്. അത് ചുരുക്കിയാണ് ഈ ഡയഗ്രാമിൽ കൊടുത്തിട്ടുള്ളത്. അപ്പോൾ നമ്മൾ ഇതുവരെ പഠിച്ച ആ ഇക്വേഷൻസ് മാത്രം ഒന്ന് എല്ലാ ഇക്വേഷൻസിൻ്റെയും ഒരു ഇത് കാണാം ഓരോന്ന് ഓർഡറിൽ. അപ്പോൾ എന്തൊക്കെയാണ്? ഇഫ് ദ നമ്പർ ഓഫ് പാർട്ടിക്കിൾ ഈസ് ഗിവൺ, നമ്പർ ഓഫ് പാർട്ടിക്കിൾസ് ആണ് നമുക്ക് തന്നിട്ടുണ്ടെങ്കിൽ നമ്പർ ഓഫ് മോൾസ് കാണുന്ന ഇക്വേഷൻ എന്താ? നമ്പർ ഓഫ് മോൾസ് ഇസ് ഈക്വൽ ടു ഗിവൺ നമ്പർ ഓഫ് പാർട്ടിക്കിൾസ് ഡിവൈഡഡ് ബൈ അവഗാഡ്രോ നമ്പർ, അതായത് 6.022 × 1023. ഇഫ് മാസ് ഇസ് ഗിവൺ, മാസ് ആണ് തന്നിരിക്കുന്നതെങ്കിൽ നമ്പർ ഓഫ് മോൾസ് ഓഫ് ആറ്റംസ് ആണെങ്കിൽ ആറ്റത്തിൻ്റെ കേസിൽ നമ്പർ ഓഫ് മോൾസ് ഓഫ് ആറ്റംസ് അപ്പോൾ എന്തായിരിക്കും? അങ്ങനെ കാണാം, ഗിവൺ മാസ് ഇൻ ഗ്രാം ഡിവൈഡഡ് ബൈ GAM ആണ് കാണേണ്ടത്. ഈ മോളിക്യൂളിൻ്റെ കേസിലാണെങ്കിൽ നമ്പർ ഓഫ് മോൾസ് ഓഫ് മോളിക്യൂൾസ് എങ്ങനെ കാണാമെന്ന് വെച്ചാൽ ഗിവൺ മാസ് ഇൻ ഗ്രാം ഡിവൈഡഡ് ബൈ GMM ആണ് അത് കാണുക. അടുത്തത് വോളിയം അറ്റ് എസ് ടി പിയിലാണെങ്കിൽ ഇഫ് ദ വോളിയം ഓഫ് ഗ്യാസ് എസ് ടി പി ഇസ് ഗിവൺ, എസ് ടി പിയിലുള്ള വോളിയാണ് തന്നിട്ടുണ്ടെങ്കിൽ നമ്പർ ഓഫ് മോൾസ് എങ്ങനെ കാണാം? ഗിവൺ വോളിയം ഇൻ ലിറ്റർ അറ്റ് എസ് ടി പി, എസ് ടി പിയിൽ എത്ര വോളിയമാണ് തന്നിട്ടുള്ളത്, ഗിവൺ വോളിയം ഡിവൈഡഡ് ബൈ 22.4 ലിറ്റർ എന്നുള്ളത് കാണാം. ഓക്കെ കൂട്ടുകാരെ, ചില ചോദ്യങ്ങളിൽ മറ്റു രൂപത്തിൽ ചോദിക്കാറുണ്ട്. അതായത് ചില ബാലൻസ്ഡ് കെമിക്കൽ ഇക്വേഷൻ തരും. ബാലൻസ്ഡ് കെമിക്കൽ ഇക്വേഷൻ ആയിരിക്കണം കേട്ടോ, ബാലൻസ്ഡ് അല്ലെങ്കിൽ ബാലൻസ്ഡ് കെമിക്കൽ ഇക്വേഷൻ ആക്കണം. ബാലൻസ്ഡ് കെമിക്കൽ ഇക്വേഷൻ തന്നിട്ട് അത് വെച്ചുകൊണ്ട് എത്ര റിയാക്റ്റൻസ് ആവശ്യമാണ് ഇത്ര മോൾ പ്രൊഡക്റ്റ് ഉണ്ടാവാൻ എന്നൊക്കെ ചോദിക്കാറുണ്ട് അല്ലേ. അല്ലെങ്കിൽ നേരെ തിരിച്ചും ചോദിക്കാം, എത്ര റിയാക്റ്റൻസ് ആവശ്യമാണ് മറ്റൊരു റിയാക്റ്റൻറ്റുമായിട്ട് കൂടിച്ചേർന്നുകൊണ്ട് ഇത്ര മോൾ പ്രൊഡക്റ്റ് ഉണ്ടാവാൻ എന്നൊക്കെ ചോദിക്കാറുണ്ട്. അപ്പോൾ അത്തരം രീതിയിൽ എങ്ങനെയാണ് നമ്മൾ കണ്ടെത്തുക? ഇപ്പോൾ ഒരു എക്സാമ്പിൾ തന്നിരിക്കുന്നു നോക്കൂ. അപ്പോൾ അതിൽ N2 അതുപോലെ തന്നെ 3H2 ഗിവ്സ് 2NH3 ആണ് അമോണിയ ഉണ്ടാകുന്ന ഹാബർ പ്രോസസ്സിൻ്റെ ഒരു കെമിക്കൽ ഇക്വേഷനാണ് ബാലൻസ്ഡ് കെമിക്കൽ ഇക്വേഷൻ തന്നിരിക്കുന്നത്. അപ്പോൾ ആസ് പെർ ദി അബോവ് ഇക്വേഷൻ, ഈ ഇക്വേഷൻ പ്രകാരം തന്നിരിക്കുന്നത് എത്ര മോൾ നൈട്രജൻ ഉണ്ട് അതിൻ്റെ ലെഫ്റ്റ് ഭാഗത്തുള്ള എണ്ണമാണ് നമ്മൾ മോളായി കൺസിഡർ ചെയ്യേണ്ടത്. 1 മോൾ ഓഫ് N2 ഉണ്ട്. ദാറ്റ് റിയാക്ട് വിത്ത് 3 മോൾ ഓഫ് H2, അവിടെ 3 മോൾ ഹൈഡ്രജനുമായിട്ട് റിയാക്ട് ചെയ്തിരുന്നു. ദെൻ അങ്ങനെ ഫോം ചെയ്തെന്താണ്? 2 മോൾ ഓഫ് അമോണിയ, 2 മോൾ അമോണിയ ഉണ്ടാകുന്നതാണ് നമ്മൾ ഇത്തരം കെമിക്കൽ ഇക്വേഷൻ വെച്ചുകൊണ്ട് ചോദ്യങ്ങൾ ചോദിച്ചാൽ മനസ്സിലാക്കേണ്ടത്. അപ്പോൾ ലെഫ്റ്റ് സൈഡിലുള്ള നമ്പറാണ് നമ്മൾ മോളായി കൺസിഡർ ചെയ്യേണ്ടത്. അപ്പോൾ 1 മോൾ ഓഫ് നൈട്രജൻ റിയാക്ട് വിത്ത് 3 മോൾ ഓഫ് ഹൈഡ്രജൻ ദെൻ ഗീവ്സ് 2 മോൾ ഓഫ് NH3. അപ്പോൾ നമ്മൾ അതിനെ ഗ്രാമിലേക്ക് മാറ്റുക. അപ്പോൾ എത്ര ഗ്രാം വേണമെന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ഇപ്പോൾ നൈട്രജൻ ആണെങ്കിൽ N2 തന്നിരിക്കുന്നത്, അപ്പോൾ അതിൻ്റെ മോളിക്കുലർ മാസ് എത്രയാണ്? 28 ആണ്. അപ്പോൾ ഗ്രാമിലേക്ക് മാറ്റുമ്പോൾ GMM ആണ്. 28 ഗ്രാം നൈട്രജൻ. N2 റിയാക്ട് വിത്ത് ഹൈഡ്രജൻ്റെ കേസിൽ എത്രയാണ്? 3H2 എന്നുള്ളത്. അപ്പോൾ ഒരു ഹൈഡ്രജൻ്റെ എത്രയാണ് നമുക്കറിയാം? 1 ഗ്രാം ആണല്ലോ GAM. അപ്പോൾ H2 എന്ന് പറയുമ്പോൾ 2 ഗ്രാം ആണ്. അത് 3 എണ്ണം ഉണ്ട്. അപ്പോൾ 3 × 2 എന്ന് വരും, അതായത് 6 ഗ്രാം ഓഫ് ഹൈഡ്രജൻ. അപ്പോൾ 28 ഗ്രാം ഓഫ് നൈട്രജൻ റിയാക്ട് വിത്ത് 6 ഗ്രാം ഓഫ് ഹൈഡ്രജൻ
ടു ഫോം എത്രയാണ് അമോണിയയുടെ മോളിക്കുലാർ മാസ് GM എത്രയാണ് 34 gram ആണ്. കാരണം അവിടെ 17 gram ആണ് ഒന്നിൻ്റെ GM വരിക. അപ്പോൾ 2 × 17 34 gram NH3 ഫോം 34 gram NH3 എന്ന് മനസ്സിലാക്കാം. അതാണ് ഇങ്ങനെയാണ് നമ്മൾ എത്രത്തോളം ഗ്രാമാണ് എന്ന് മോളിൽ നിന്ന് മനസ്സിലാക്കാൻ പറ്റുന്നത്. അപ്പോൾ എങ്ങനെയാണ് 28 gram nitrogen N2 react with 6 gram of hydrogen to form 34 gram NH3 എന്ന് നമ്മൾ മനസ്സിലാക്കുക. ഓക്കെ ഇനി നമുക്ക് ഒരു പ്രോബ്ലം, ഏത് പ്രോബ്ലം വന്നാലും അത് എങ്ങനെ കണ്ടുപിടിക്കാമെന്നുള്ള മാജിക് മാപ്പാണ് നമ്മൾ ഇനി കാണാൻ പോകുന്നത്. അതാണ് കൂട്ടുകാരെ ഇനി നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾ ഇതുവരെ പഠിച്ച മുഴുവൻ കൺസെപ്റ്റുകളും ഈ ഒരൊറ്റ മാജിക് മാപ്പിൽ നമ്മൾ ഉൾക്കൊള്ളിച്ചിരിക്കുന്നു. അതുകൊണ്ട് ആ മാജിക് മാപ്പ് നിങ്ങൾ പഠിച്ചു കഴിഞ്ഞാൽ ഏതു പ്രോബ്ലവും നിങ്ങൾക്ക് എളുപ്പം കണ്ടുപിടിക്കാം, കൺഫ്യൂഷൻ ഇല്ലാതെ തന്നെ. ഓക്കെ, അപ്പോൾ നമുക്ക് അതിലേക്ക് പോകാം. എന്താണ് മാജിക് മാപ്പ്? ഇതാ ഈ തന്നിരിക്കുന്ന ഈ ഫിഗർ നോക്കൂ, ഇതാണ് മാജിക് മാപ്പ്. ഇതിൽ 4 ബോളുകളുണ്ട്. സെൻറ്റർ ഭാഗത്തുള്ള ബോള് അതിലാണ് മോൾ എന്ന് എഴുതിയിരിക്കുന്നത്. അതുപോലെ GAM GMM എന്ന് എഴുതിയിരിക്കുന്നു അല്ലേ. ഇനി ഈ സെൻറ്റർ ബോളിൽ നിന്ന് ആരോ മാർക്കുകൾ പുറത്തോട്ട് പോകുന്നുണ്ട് മറ്റു ബോളുകളിലേക്ക്. അതുപോലെ തന്നെ മറ്റു ബോളുകളിൽ നിന്ന് ആരോ മാർക്ക് ഈ സെൻറ്റർ ബോളിലേക്കും വരുന്നുണ്ട് ഇല്ലേ. ഈ ബാക്കിയുള്ള 3 ബോളുകളിൽ നിന്നും ആരോ മാർക്ക് ഈ സെൻറ്റർ ബോളിലേക്കും വരുന്നുണ്ട്. അപ്പോൾ അതിൽ നോക്കുക, ഈ സെൻറ്റർ ബോളിലെ മോൾ ഉൾക്കൊള്ളുന്ന സെൻറ്റർ ബോളിലേക്ക് വരുന്ന ആരോ മാർക്കിൽ ഡിവിഷനാണ് ഉള്ളത്, അഥവാ ഹരണമാണുള്ളത്. അതിൽ നിന്ന് പുറത്തോട്ട് പോകുന്ന ആരോ മാർക്കുകൾ നോക്കൂ, മൾട്ടിപ്ലിക്കേഷനാണുള്ളത്. അപ്പോൾ നമ്മൾ പ്രത്യേകം അത് നോട്ട് ചെയ്യണം, അത് പ്രത്യേകം നമ്മൾ അറിഞ്ഞിരിക്കണം. ഇനി അതിൻ്റെ ഈ സെൻറ്റർ ബോളിൻ്റെ ഇടതുവശത്തുള്ള ബോളാണ് മാസ് ഇൻ ഗ്രാം എഴുതിയിട്ടുണ്ട്. അതുപോലെ തന്നെ വലതുവശത്തുള്ള ബോളിൽ എന്ത് എഴുതിയിട്ടുണ്ട്? നമ്പേഴ്സ് ഓഫ് ആറ്റംസ് ഓർ മോളിക്യൂൾസ്. താഴ്ഭാഗത്തുള്ളതിൽ വോളിയം അറ്റ് STP എന്നും കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഒരു പ്രോബ്ലം കിട്ടിക്കഴിഞ്ഞാൽ ഈ ആരോ മാർക്ക്, ഈ മാപ്പ് അതിൻ്റെ റൂട്ടിൽ തന്നെ പോകണം, കറക്റ്റ് ഓർഡറിൽ തന്നെ പോകണം. അപ്പോൾ നമുക്കതിൻ്റെ ആൻസർ എളുപ്പം മനസ്സിലാക്കാം. അപ്പോൾ നമുക്ക് ഈ മാജിക് മാപ്പ് ഒരു ചോദ്യത്തിലൂടെ, ഒരു പ്രോബ്ലത്തിലൂടെ നമുക്ക് അത് എക്സ്പ്ലെയിൻ ചെയ്യാം. അപ്പോൾ കൂട്ടുകാർക്ക് മനസ്സിലാകാൻ പറ്റും എത്രത്തോളം എളുപ്പമാണ് ഈ മാജിക് മാപ്പ് ഉപയോഗിച്ചാൽ മോൾ കൺസെപ്റ്റിലെ ഓരോ പ്രോബ്ലംസും എന്ന് നമുക്ക് മനസ്സിലാക്കാം. ഓക്കെ, അപ്പോൾ നമുക്ക് ക്വസ്റ്റ്യനിലേക്ക് പോകാം. അപ്പോൾ ചോദ്യം ഇതാണ്: കാൽക്കുലേറ്റ് മാസ് ഓഫ് 112 liter കാർബൺ ഡൈ ഓക്സൈഡ് ഗ്യാസ് അറ്റ് STP. മോളിക്കുലാർ മാസ് ഈസ് ഈക്വൽ ടു 44. അതിൽ രണ്ടാമത്തെ ക്വസ്റ്റ്യൻ: ഹൗ മെനി മോളിക്യൂൾസ് ഓഫ് കാർബൺ ഡൈ ഓക്സൈഡ് പ്രസൻറ്റ് ഇൻ ഇറ്റ്. നമ്മൾ ഒന്നാമത്തെ ചോദ്യം നോക്കുക. അപ്പോൾ ആ ചോദ്യത്തിൽ തന്നിരിക്കും, നോക്കൂ, എന്താണ് കാണേണ്ടത്? മാസാണ് കാണേണ്ടത്. ആരുടെ? കാർബൺ ഡൈ ഓക്സൈഡിൻ്റെ മാസാണ് കാണേണ്ടത്. ചോദ്യം തന്നിരിക്കുന്ന ക്വാണ്ടിറ്റി ഏതാണ്? വോളിയമാണ്. 112 ലിറ്റർ തന്നിട്ടുണ്ട് അല്ലേ. അറ്റ് STPയിലെ വോളിയം തന്നിട്ടുണ്ട്, അത് 112 ലിറ്റർ ആണ്. അപ്പോൾ തന്നിട്ടുള്ള വോളിയമാണ്. അപ്പോൾ അവിടെ നിന്ന് മാജിക് ബോളിൻ്റെ അവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്യുക, അതായത് താഴ്ഭാഗത്തുള്ള ബോളിൽ നിന്ന്. അവിടെയാണല്ലോ വോളിയം ഉള്ളത്, അവിടെയല്ലേ വ്യാപ്തമുള്ളത്. അപ്പോൾ അവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്യുക. അത് 112 ലിറ്റർ തന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് കാണേണ്ടത് മാസ് അല്ലേ. മാസ് എന്ന ബോൾ എവിടെ കിടക്കുന്നത്? ഈ ഭാഗത്ത് അല്ലേ, ലെഫ്റ്റ് ഭാഗത്ത് കിടക്കുന്നു മാസ് എന്ന ബോൾ. അപ്പോൾ നമുക്ക് മാസിലേക്കാണ് എത്തേണ്ടത്. അപ്പോൾ വോളിയത്തിൽ നിന്ന് മാസിലേക്ക് എത്താനുള്ള റൂട്ട് ഏതാ? അതിൻ്റെ ആരോ മാർക്ക് നോക്കൂ. ആദ്യം മോളിലോട്ട് ചെല്ലണം, മോളിൻ്റെ ബോളിലേക്ക് ചെല്ലണം, എന്നിട്ടാണ് എന്ത് ചെയ്യേണ്ടത്? നമ്മുടെ മാസിലേക്ക് എത്തുകയുള്ളൂ. അപ്പോൾ അങ്ങനെ എത്തണമെങ്കിൽ ആ ആരോ മാർക്കിന് മുകളിലുള്ള മൾട്ടിപ്ലിക്കേഷൻ ആണെങ്കിൽ അതെന്ത് ചെയ്യണം? മൾട്ടിപ്ലിക്കേഷൻ ചെയ്യണം. ആ റൂട്ടിൽ പോകുമ്പോൾ മൾട്ടിപ്ലിക്കേഷൻ ആണെങ്കിൽ മൾട്ടിപ്ലിക്കേഷൻ ചെയ്യണം, ഡിവിഷൻ ആണെങ്കിൽ ഡിവിഷൻ ചെയ്യണം. അങ്ങനെയാണെങ്കിൽ ഇവിടെ ആ ബോളിലേക്ക് വരുന്നത് എന്താണ്? ഡിവിഷൻ ആണല്ലോ. അപ്പോൾ ഡിവിഷൻ അതിന് മുകളിൽ കൊടുത്ത വാല്യൂ എത്ര? 22.4 ലിറ്റർ എന്ന ആരോ മാർക്കിന് മുകളിൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ തന്നിരിക്കുന്ന വോളിയത്തെ 112 ലിറ്ററിനെ നമ്മൾ എന്ത് ചെയ്യുക? ആ 22.4 ലിറ്റർ ഡിവിഷൻ എന്ന് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഡിവൈഡ് ചെയ്യുക. അപ്പോൾ ഡിവൈഡ് ചെയ്യുമ്പോൾ എത്ര കിട്ടും? അത്രയും മോൾ. അപ്പോൾ അങ്ങനെ അത് സെൻറ്റർ ഭാഗത്ത് അത്രയും മോൾ എന്ന് കിട്ടും, സെൻറ്റർ ഭാഗത്ത്. അപ്പോൾ 112 ലിറ്റർ ഡിവൈഡ് ബൈ 22.4 ലിറ്റർ എന്ന് പറഞ്ഞാൽ എത്രയാണ്? 5 എന്ന് കിട്ടും, അഥവാ 5 മോൾ എന്ന് കിട്ടും. അപ്പോൾ നമുക്ക് സെൻറ്റർ ബോളിലെത്തി. അപ്പോൾ 5 മോൾ എന്ന് ആൻസർ കിട്ടി. അത് എന്തിന് ഈക്വൽ? 5 GAMന് ഈക്വലാണ്. 5 GMM ആണ് മോളിക്യൂളർ ആയതുകൊണ്ട് 5 GMMന് ഈക്വലാണെന്ന് പറയാം. അപ്പോൾ അവിടെ എത്തിയില്ല. നമുക്ക് ഇനി മാസിലേക്ക് എത്തണ്ടേ. ഇനി മാസം എങ്ങോട്ടാണ്? ഇവിടെ നിന്ന് ഇങ്ങോട്ടാണ് ആരോ മാർക്ക് അല്ലേ. അപ്പോൾ പുറത്തോട്ടുള്ള ആരോ മാർക്കാണ്. അവിടെ ഇൻറ്റു ആണ് മനസ്സിലാക്കുക. ആ ആരോ മാർക്ക് ഇൻറ്റു ഏതുകൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം? GMM കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. അവിടെ GAM ഓർ സ്ലാഷ് കൊടുത്തിട്ടുണ്ട് GMM. അവിടെ കാർബൺ ഡൈ ഓക്സൈഡ് മോളിക്യൂൾ ആയതുകൊണ്ട് GMM എടുക്കാം.
അപ്പോൾ GMM കൊണ്ട് മൾട്ടിപ്പിൾ ചെയ്യുന്ന ആരോ മാർക്കിൻ്റെ മുകളിലുണ്ട്. അപ്പോൾ എന്താണ് GMM 44 എന്നുണ്ട്. അപ്പോൾ 5 × 44 ദാറ്റ് ഈസ് ഈക്വൽ ടു എത്രയാണെന്ന് കിട്ടും? എത്ര ആൻസർ? 5 × 44 എത്രയാണ്? 220 ഗ്രാം എന്ന് കിട്ടും അല്ലേ? 220 ഗ്രാം കാർബൺ ഡൈ ഓക്സൈഡ് ആണ് 112 ലിറ്റർ. കണ്ടോ, വളരെ ഈസിയാണ്. ഇനി അടുത്ത ക്വസ്റ്റ്യൻ എന്താ? ഹൗ മെനി മോളിക്യൂൾസ് ഓഫ് കാർബൺ ഡൈ ഓക്സൈഡ് പ്രസന്റ് എന്നാണ്. അപ്പോൾ നമുക്ക് കാണേണ്ടത് മോളിക്യൂൾസ് ആണ്, അത് വലത് ഭാഗത്തുള്ളതാണ് അല്ലേ? അപ്പോൾ നമ്മൾ എവിടെ എത്തിയിട്ടുണ്ട്? സെൻറ്റർ ഭാഗത്ത് എത്തിയിട്ടുണ്ട്, 5 മോളിൽ എത്തിയിട്ടുണ്ട്. അപ്പോൾ അവിടുന്ന് ഇങ്ങോട്ടും പോയാൽ മതി, വലത്തോട്ടും പോയാൽ മതി. വലത്തോട്ട് പോകുമ്പോൾ അവിടെ എന്താണ്? ഇൻറ്റു അവഗാഡ്രോ നമ്പർ എന്ന് കാണാം അങ്ങോട്ട് പോകണമെങ്കിൽ. അപ്പോൾ 5 × 6.02223 എന്ന് കിട്ടും. അത്രയും മോളിക്യൂൾസ് എന്ന് നമുക്ക് എണ്ണവും കിട്ടും. കണ്ടോ, വളരെ ഈസി ആയിക്കൊണ്ട് ഈ മാജിക് മാപ്പ് നിങ്ങളുടെ മനസ്സിലുണ്ടെങ്കിൽ ഏത് കൂട്ടുകാർക്കും എളുപ്പം മോൾ കൺസെപ്റ്റുമായി ബന്ധപ്പെട്ട ഏത് പ്രോബ്ലം ചെയ്യാൻ പറ്റുമെന്ന് മനസ്സിലായില്ലേ? അടുത്തൊരു ക്വസ്റ്റ്യൻ കൂടി നമുക്ക് ഈ മാപ്പ് കൊണ്ട്, മാജിക് മാപ്പ് കൊണ്ട് മനസ്സിലാക്കാം. എന്തൊക്കെയാണെന്ന് നോക്കിയോ. ചോദ്യം ഇതാണ്: ദ മോളിക്കുലാർ മാസ് ഓഫ് അമോണിയ ഈസ് 17. മോളിക്കുലാർ മാസ് അമോണിയയുടെ 17 ആണ്. ഹൗ മച്ച് ഈസ് ദ GMM ഓഫ് അമോണിയ? ഫസ്റ്റ് ക്വസ്റ്റ്യൻ. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ: ഫൈൻഡ് ഔട്ട് ദി നമ്പർ ഓഫ് മോൾസ് ഓഫ് മോളിക്യൂൾസ് പ്രസന്റ് ഇൻ 170 ഗ്രാം ഓഫ് അമോണിയ. അടുത്തത്: കാൽക്കുലേറ്റ് ദ നമ്പർ ഓഫ് അമോണിയ മോളിക്യൂൾ പ്രസന്റ് ഇൻ ദ അബോവ് സാമ്പിൾ ഓഫ് അമോണിയ. ഇതാണ് 3 ക്വസ്റ്റ്യൻസ് ഉള്ളത്. അപ്പോൾ ഒന്നാമത്തെ എന്താണ്? ഹൗ മച്ച് GMM ഓഫ് ദി അമോണിയ. മോളിക്കുലർ മാസ് തന്നിട്ടുണ്ട്, 17 തന്നിട്ടുണ്ട്. എങ്കിൽ GMM എത്രയെന്നാണ് കാണേണ്ടത്. ഓക്കെ, അപ്പോൾ 17 എന്ന് പറയുന്നത് 17 ഗ്രാം ആണ്. 17 ആറ്റമിക് മോളിക്കുലർ മാസ്, അതിന് തുല്യമായ ഗ്രാമിലുള്ളതാണ് GMM നമുക്കറിയാം. അതുകൊണ്ട് 17 ഗ്രാം എന്ന് നമുക്ക് GMM കിട്ടും. അടുത്ത ക്വസ്റ്റ്യൻ എന്താണ്? ഫൈൻഡ് ഔട്ട് ദി നമ്പർ ഓഫ് മോൾസ്. മോൾസ് ആണ് കാണേണ്ടത്. എത്ര? 170 ഗ്രാം. അപ്പോൾ 170 ഗ്രാം അമോണിയ തന്നിട്ടുണ്ട്, മാസ് തന്നിട്ടില്ല. അപ്പോൾ മാസിൻ്റെ ബോളിൽ നിന്ന് തുടങ്ങാം. അതിൽ തുടങ്ങി എന്ത് ചെയ്യണം? ഒരു ഡിവിഷനാണ് തന്നിരിക്കുന്നത്. അപ്പോൾ ഡിവിഷൻ എന്ന് പറയുമ്പോൾ 170 ഗ്രാം ഡിവൈഡഡ് ബൈ GMM എന്ന് കിട്ടും. 170 ഗ്രാം ഡിവൈഡഡ് ബൈ 17 ആണ് GMM. അപ്പോൾ ഡിവൈഡ് ബൈ 17 എത്രയാണ്? 10 എന്ന് കിട്ടുമ്പോൾ 10 മോളിൽ നിന്ന് സെൻട്രൽ ബോളിൽ എത്തുമ്പോൾ 10 മോളിൽ നിന്ന് കിട്ടും. അടുത്ത കാൽക്കുലേറ്റ് നമ്പർ ഓഫ് അമോണിയ പ്രസന്റ് ഇൻ ദ അബോവ് സാമ്പിൾ അമോണിയ അല്ലേ? അപ്പോൾ നമുക്ക് മോളിൽ കിട്ടിയിട്ടുണ്ട്. മോളിൽ നിന്ന് വലത്തോട്ട് പോകാൻ നമ്പർ ഓഫ് മോളിക്യൂൾസ് ഭാഗത്തേക്ക്. അപ്പോൾ എന്ത് കിട്ടും? 10 മോൾ എന്നാണ് കിട്ടിയത്. 10 മോൾ ഇൻറ്റു ആരമാർക്ക് ഇങ്ങോട്ടായതുകൊണ്ട് ഇൻറ്റു ആണ് മുകളിൽ വരുന്നത്. ഇൻറ്റു അവഗാഡ്രോ നമ്പർ 10 × 6.02223 മോളിക്യൂൾസ് ഓഫ് അമോണിയ എന്ന് ആൻസർ കിട്ടും. കണ്ടോ, വളരെ ഈസിയാണ് ഈ മാജിക് മാപ്പ് പഠിച്ചാൽ. ഓക്കെ, അപ്പോൾ താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോ. കൂട്ടുകാരെ കമൻറ്റ് ചെയ്യുക. എന്തെങ്കിലും ഡൗട്ടുകൾ ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ ചോദിക്കുക. അതുപോലെ തന്നെ ഷെയർ ചെയ്യുക നിങ്ങളുടെ കൂട്ടുകാർക്ക്. അതുപോലെ തന്നെ മാക്സിമം സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോ.